ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ടത് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഐഡിയ ആണ്. അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വെറുതെ അങ്ങ് പറയാം. അപ്പൊ നമുക്ക് ബേസിക്കലി കുറച്ച് സ്കൂൾസ് ഉണ്ട് മാക്രോ എക്കണോമിക്സിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഏറ്റവും തുടക്കക്കാരനാണ് ഈ പറയുന്ന ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഐഡിയ. പിന്നീട് വരുന്ന സ്കൂളാണ് കെയ്നീഷ്യൻ സ്കൂള് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ സ്കൂള്, കെയ്നീഷ്യൻ സ്കൂള്, പിന്നെ വരുന്ന ഒരു സ്കൂളാണ് മോണിറ്റാറിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഈ പറയുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂള്, പിന്നെ ന്യൂ കെയ്നീഷ്യൻ. ഇതിനിടയിൽ ഈ പറയുന്ന സ്കൂൾസ് ഉണ്ട് വേറെയും. ഓക്കെ, പക്ഷേ മെയിൻ ആയിട്ടുള്ള എല്ലാ സ്കൂൾസും ഒന്നില്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂളിന്റെ ഒരു ഓഫ് ഷൂട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കെയ്നീഷ്യൻ സ്കൂളിന്റെ ഒരു ഓഫ് ഷൂട്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസിക്കൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രീം വ്യൂ എടുത്തുകൊണ്ട് ഒരു സ്കൂൾ വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കെയ്ൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്കൂൾ വരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനങ്ങളിൽ നിന്ന് ഇതിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന വേറെ സ്കൂൾസ് മിക്കതും വരുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള സ്കൂൾസ് ഒക്കെ ഇതിന്റെ ഓഫ് ഷൂട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ക്ലാസിക്കൽ സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്ലാസിക്കൽ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആര് ക്ലാസിക്കൽ സ്കൂൾ എന്നുള്ളൊരു പേര് കൊടുത്തത്? ബേസിക്കലി ക്ലാസിക്കൽസിനെ ക്ലാസിക്കൽസ് എന്ന് വിളിക്കുന്നത് ആരാണ് ആദ്യമായിട്ട് പേര് കൊടുത്തത്? ചാറ്റിലിടല്ലേ, ഞാൻ അതിന് നോക്കാം. ഓക്കെ, മാർക്സ്. കാൾ മാർക്സ് ആണ് ഈ പറയുന്ന ആദ്യമായിട്ട് ക്ലാസിക്കൽ സ്കൂൾ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാ ബേസിക്കലി ക്ലാസിക്കൽ സ്കൂളിലുള്ളത്? ആഡം സ്മിത്ത്, ഓക്കെ, മാൽത്തുസ്, സ്മിത്ത്, ജയസ്മിൽ, ഓക്കെ. ക്ലാസിക്കൽ സ്കൂളിലെ മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആദം സ്മിത്ത്, വേറെ മാൽത്തുസ്, മാൽത്തസിന് മുമ്പായിട്ട് ഡേവിഡ് റിക്കാർഡോ, റിക്കാർഡോ, ജെബിസെ, ജെ ബി സെ, ജെ എസ് സ്മിത്ത്, വേറെ മാർഷല്, എഡ്ജ്വർത്ത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പിഗു, എ സി പിഗു. ഓക്കെ, തൽക്കാലം നമുക്ക് ഇതിൽ നിർത്താം. ആദം സ്മിത്ത്, റിക്കാർഡോ, മാൽത്തസ്, ജെ ബി സെ, ജെ എസ് മില്ല്, മാർഷല്, എഡ്ജ്വർത്ത്, എ സി പിഗു. ഇനിയിപ്പോൾ നമ്മളൊരു പ്യുവർ സ്കൂളിലേക്ക് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആദം സ്മിത്ത് തൊട്ട് ജെ എസ് മില്ല് വരെയുള്ള ആൾക്കാർ നമുക്ക് ക്ലാസിക്കൽ സ്കൂൾ എന്നും, ഈ ആൾക്കാരെ, അതായത് ജെ എസ് മില്ല് കഴിഞ്ഞിട്ടുള്ളവർ മാർഷല്, എഡ്ജ്വർത്ത്, പിഗു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. ഓക്കെ, നിയോ ക്ലാസിക്കൽ സ്കൂൾ, അതായത് മാർജിനലിസ്റ്റ് റെവല്യൂഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മാർജിനൽ എന്ന് പറയുന്ന ഐഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ മാർഷൽ, എഡ്ജ്വർത്ത്, പിഗു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അവരെ നമുക്ക് നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയാം. ക്ലാസിക്കൽ സ്കൂൾ എന്ന് പേര് കൊടുത്തത് കാൾ മാർക്സ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പേര് കൊടുത്ത ആരാ? വെബ്ലൻ ആണേ. ടൊസ്റ്റൈൻ ബുണ്ടെ വെബ്ലൻ, നമ്മുടെ വെബ്ലൻ ഗുഡ്സ് ഇല്ലേ, അതിലെ വെബ്ലൻ ആണ് നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസിക്കൽ സ്കൂളിൽ ഈ പറയുന്ന ഇത്രയും പേരാണ് ബേസിക്കലി ഉള്ളത്. ഇനി നിങ്ങൾ കെയ്ൻസിനോട് ചോദിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഏതാണ് ക്ലാസിക്കൽ സ്കൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയ്ൻസിനോട് ഒറ്റ ഇതേ ഉള്ളൂ. എനിക്ക് സ്മിത്ത് തൊട്ട് പിഗു വരെയുള്ള എല്ലാ ആൾക്കാരും ക്ലാസിക്കൽ സ്കൂളിന്റെ അംഗങ്ങളാണ്. ഓക്കെ, എനിക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. ഓക്കെ, ആദം സ്മിത്ത് തൊട്ട് അതില് മാർഷല്, എഡ്ജ്വർത്ത്, പിഗു എല്ലാം ഈ പറയുന്ന ക്ലാസിക്കൽ സ്കൂളിലെ അംഗങ്ങളാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. സ്മിത്ത് തൊട്ട് ജെ എസ് മില്ല് വരെ ക്ലാസിക്കൽ സ്കൂൾ എന്നും, അത് കഴിഞ്ഞിട്ട് മാർഷല്, എഡ്ജ്വർത്ത്, പിഗുവിനെ നമുക്ക് വേണമെങ്കിൽ നിയോ ക്ലാസിക്കൽ സ്കൂള് എന്നും വിളിക്കാം. ഓക്കെ, ഇനി നിയോ ക്ലാസിക്കൽസ് എന്ന് വിളിക്കാൻ കാരണം എന്തായിരുന്നു സാറ് പറഞ്ഞ്? ഏത് അതായത് ഐഡിയയെ ഈ കൂടുതൽ? പറയുന്ന ബേസിക്കലി മാർജിനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. മാർജിനലിസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ഓസ്ട്രിയൻ സ്കൂളാണ് ബേസിക്കലി. മെഞ്ചർ, വാൽറസ്, അങ്ങനെയുള്ള പ്രൊപ്പോണൻസ് ഉള്ള ആൾക്കാരാണ്. ആ പേരിലുള്ള ആൾക്കാർ ഈ പറയുന്ന മാർജിനൽ എന്ന് പറയുന്ന ഐഡിയനെ പുട്ട് ഫോർവേഡ് ചെയ്ത് എക്കണോമിക്സിലേക്ക് കൂടുതൽ ഉപയോഗിച്ച ആൾക്കാരാണ്. അപ്പോൾ
ആ മാർജിനൽ എന്ന് പറയുന്ന ആശയം കൂടുതലായിട്ട് ഉപയോഗിച്ച വീണ്ടും അതിനെ എടുത്ത ആൾക്കാരാണ്, കൂടുതൽ എക്കണോമിക്സിലേക്ക് ഉപയോഗിച്ച ആൾക്കാരാണ് മാർഷൽ, എഡ്ജ്വർത്ത്, പിഗു ഒക്കെ. അപ്പൊ അവരെ വേണമെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഒന്നും കൂടെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനാണെങ്കിൽ നിയോ ക്ലാസിക്കൽ സ്കൂള് എന്ന് വിളിക്കാം. ഓക്കെ, അത് തൽക്കാലം ഈ പറയുന്ന അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, മാർഷൽ, എഡ്ജ്വർത്ത്, പിഗു ഒക്കെ ഈ പറയുന്ന നിയോ ക്ലാസിക്കൽ സ്കൂളിന്റെ ആൾക്കാരാണ്. അവർ ബേസിക്കലി മാർജിനലിസ്റ്റ് എന്ന് പറയുന്ന ഐഡിയ, മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, മാർജിനൽ എന്ന് പറയുന്ന ഐഡിയ, അതിനെ കൂടുതലായിട്ട് എക്കണോമിക്സിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ മാർഷൽ, എഡ്ജ്വർത്ത്, പിഗു ഒക്കെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മളുടെ സ്മിത്ത് തൊട്ട് ഈ പറയുന്ന JS മില്ല് വരെയുള്ള ആൾക്കാർക്ക് ഏകദേശം അവർ ഈ പറയുന്ന ഒരു സാധനത്തിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് എന്ത് വെച്ചുകൊണ്ടാണെന്ന് അറിയാമോ? ലേബർ വെച്ചുകൊണ്ടാണ്. അതായത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി എത്ര എമൗണ്ട് ഓഫ് ലേബർ വേണം എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ പറയുന്ന ആ സാധനത്തിന്റെ വാല്യൂ തീരുമാനിക്കുന്നത്. പക്ഷെ മാർഷലോട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക് അതിന് ഈ പറയുന്ന ലേബർ മാത്രമല്ല അതിന്റെ വിലയ്ക്ക് കാരണമാവുന്നത്. അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ലേബർ മാത്രമല്ല അതിന് കാരണക്കാരൻ. അതിന് ഈ പറയുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം കൂടുതൽ അവൈലബിൾ ആവും തോറും ഈ പറയുന്ന അതിന്റെ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? കുറയും. പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സ്മിത്ത് ഈ പറയുന്ന വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ഈ പറയുന്ന സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് ലേബർ തിയറി വെച്ചുകൊണ്ടാണ്. പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. പിന്നീട് ഈ പറയുന്ന വന്ന ആൾക്കാരാണ് അതിനെ മാർജിനൽ യൂട്ടിലിറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്നത് സോൾവ് ചെയ്തത്. ഓക്കെ, അത് ഈ മാർഷലും, എഡ്ജ്വർത്തും, പിഗും ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഐഡിയ എക്കണോമിക്സിലേക്ക് ഉപയോഗിച്ചത്, പ്രത്യേകിച്ച് മാർഷലൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന നിയോ ക്ലാസിക്കൽ, ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത്. പക്ഷെ കെയ്ൻസിനെ സംബന്ധിച്ച് ഇതെല്ലാം ഒരേ സ്കൂളിലെ ആൾക്കാരാണ്, ഇവരൊക്കെ ഈ പറയുന്ന ക്ലാസിക്കൽ സ്കൂളിലെ ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇവരുടെ മെയിൻ ഐഡിയ എന്താ? ബേസിക്കലി ക്ലാസിക്കൽ സ്കൂൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന മെയിൻ ഐഡിയ എന്താ? ലേസസ് ഫെയർ ആണ്. ഓക്കെ, ലേസസ് ഫെയർ എന്ന് പറയുന്ന ഐഡിയ ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. വേറെ full employment, ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, no government ഫ്രീ intervention. മാർക്കറ്റ്. ലേസസ് ഫെയർ എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി ദർ ഷുഡ് ബി നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, വേറെ ഇൻവിസിബിൾ ഹാൻഡ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, പിന്നെ സെയ്സ് ലോ ഇതിലല്ലേ വരിക? ഓക്കെ, സെയ്സ് ലോ എന്ന് പറയുന്ന ഐഡിയ ഉണ്ട്. വെരി ഗുഡ്, സെയ്സ് ലോ ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? Wage price flexibility. ഓക്കെ, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. വേറെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റിയും പറയാം. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മണി ഈസ് ന്യൂട്രൽ. ഓക്കെ, മണി ഈസ് ന്യൂട്രൽ. അത് എങ്ങനെ അത് പ്രൂവ് ചെയ്തത് മണി ന്യൂട്രൽ ആണെന്നുള്ളത്? എന്താ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പ്രൂവ് ചെയ്യുന്നത് മണി ന്യൂട്രൽ ആണെന്നുള്ളത്? അഗ്രിഗേറ്റ് സപ്ലൈ കർവ് അല്ല, Classical dichotomy. അതാണ് മണി ന്യൂട്രാലിറ്റി പറയുന്നത്. മണി ന്യൂട്രാലിറ്റി പറയുന്നത് ബേസിക്കലി ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്ന ഒരു ആശയം മുമ്പോട്ട് വെക്കാനാണ് നമ്മൾ മണി ന്യൂട്രൽ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് മണി ന്യൂട്രൽ ആക്കുന്നത് എങ്ങനെ, എന്ത് ഇൻസ്ട്രുമെന്റ് വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് മണി ന്യൂട്രൽ ആണെന്നുള്ളത്? ക്ലാസിക്കൽസിന്റെ ഐഡിയ എന്താ? മണി ന്യൂട്രൽ ആണെന്ന് ഞാൻ സമ്മതിച്ചു. മണീനെ വെച്ചുകൊണ്ടുള്ള ക്ലാസിക്കൽസിന്റെ പ്രപ്പോസിഷൻ അവരെങ്ങനെയാ അത് പ്രൂവ് ചെയ്യുന്നത്? എന്ത് വെച്ചോണ്ടാ പ്രൂവ് ചെയ്യുന്നത്? എന്ത് ഫണ്ടമെന്റൽ തിയറം വെച്ചോണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മണി ഈസ് ന്യൂട്രൽ എന്നുള്ളത്? ആരെങ്കിലും? സെയിൽസ് ലോയും ഈ പറയുന്ന മണി ന്യൂട്രാലിറ്റി തമ്മിൽ എന്താ ബന്ധമുള്ളത്? സെയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനമല്ലേ? മണി ന്യൂട്രാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട തിയറ ഏതാ? അപ്പൊ മണിയായിട്ട് ബന്ധപ്പെട്ട തിയറ ആയിരിക്കില്ലേ? മണിയായിട്ട് എന്ത് തിയറ ഉള്ള ക്ലാസിക്കൽസിന്? Monetary theory. മോണിറ്ററി തിയറി എന്ന് പറഞ്ഞാൽ മണിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ തിയറിയും മോണിറ്ററി തിയറിയിൽ വരും.
മണി Quantity നോമിനൽ വേരിയബിളിനെ അഫക്ട് Quantity ചെയ്യുള്ളൂ. theory. QTM. ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ, താര മണി പറഞ്ഞിട്ടുണ്ട് QTM. എന്താ QTM എന്ന് പറഞ്ഞാൽ? താരെ മൈക്കൊന്ന് ഓൺ ചെയ്യാവോ? എനിക്ക് ഇതൊരു ചാറ്റ് നോക്കാൻ പറ്റില്ല. എന്താ QTM? Quantity theory. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഓക്കെ, ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. മണി ന്യൂട്രാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ലാസിക്കൽസ് കൊണ്ടുവരുന്ന ഐഡിയ ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ലേസസ് ഫെയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ ആവശ്യം മതി എന്നുള്ളതാണ് സ്മിത്ത് തൊട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ ആണ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ആര്? ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ട ആവശ്യമില്ല. വേജസും പ്രൈസസും പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. അവർ ഈ പറയുന്ന മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചോളും എന്നുള്ളതാണ് ഇൻവിസിബിൾ ഹാൻഡ് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിന് ഈ പറയുന്ന അതിന്റെ പവർ കൊടുക്കുക എന്നുള്ളതാണ്. സെയിൽസ് ലോ. ഓക്കെ, സെയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ക്രിയേറ്റ് ഡിമാൻഡ്. അതുപോലെ തന്നെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു വേജും പ്രൈസസും ഈ പറയുന്ന മാർക്കറ്റിൽ പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. ഇൻട്രസ്റ്റ് റേറ്റും ഈ പറയുന്നത് പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു ആശയം എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഓക്കെ, മണി എന്ന് പറയുന്ന ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മണി സപ്ലൈയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാല് അത് പ്രൈസിനൊക്കെ അഫക്ട് ചെയ്യുള്ളൂ. പ്രൈസിനൊക്കെ അഫക്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്തിനെ അഫക്ട് ചെയ്യാത്തത്? ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഒന്നും എഫക്ട് ചെയ്യില്ല. ഔട്ട്പുട്ടിനെ എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യില്ല. അതായത് മണി എന്ന് പറയുന്ന സാധനത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു നോമിനൽ വേരിയബിളിലെ അത് മാറ്റം ഉണ്ടാക്കുകയുള്ളൂ. ബേസിക്കലി പ്രൈസിലെ അത് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് റിയൽ വേരിയബിൾസ് ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിലൊന്നും ഈ പറയുന്ന മണിക്ക് ഈ പറയുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് മണി ന്യൂട്രാലിറ്റി പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. റിയൽ സെക്ടറും നോമിനൽ സെക്ടറും തമ്മിൽ ഒരു 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 വരമ്പുണ്ട്. ഓക്കെ, ഒന്നിനെ നോമിനൽ സെക്ടറിന് റിയൽ സെക്ടറിനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള കഴിവില്ല എന്നുള്ളതാണ് ഡൈക്കോട്ടമി പറയുന്നത്. ഇതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു മാത്രം. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ലാസിക്കൽസ് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ഐഡിയ, ഏറ്റവും ഒരു എന്താ പറയാ, അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു ഐഡിയ ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, MV = PY എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, ഇനി ഞാൻ ക്ലാസിക്കൽ സ്കൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ നേരത്ത്, ആ ക്ലാസിക്കൽ സ്കൂളിനെ കുറിച്ച് പഠിക്കാൻ നേരത്ത് നമ്മൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കും. ഓക്കെ, ഇതെല്ലാം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ആണ്. പക്ഷെ നമ്മൾ ക്ലാസിക്കൽ സ്കൂളിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് എടുക്കും. ഒന്ന്, ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള അസംഷൻ. എപ്പോഴും ഈ പറയുന്ന എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ആശയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂളിനെ പഠിക്കാൻ നേരത്ത് ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ബേസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഈ ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ സ്ട്രക്ചറിനെ നിലനിർത്തുന്ന ഐഡിയാസ് ആണ് ഏതൊക്കെ? ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും എന്ന് ക്ലാസിക്കൽസ് പറയാണ്. ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും എന്ന് പറയാൻ നേരത്ത് ആ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നതാണെന്നൊക്കെ പറയാണ് ക്ലാസിക്കൽസ്. അപ്പൊ ആ ഫുൾ എംപ്ലോയ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ് ഏതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവര് എടുക്കുന്നത്? ഏതൊക്കെ? Sales law of market. ഓക്കെ, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. ഓക്കെ, വെരി ഗുഡ്. സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. വേറെ? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. വേറെ? Saving investment. ഓക്കെ, വെരി ഗുഡ്. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വാലിറ്റി. ഇക്വാളിറ്റി. എങ്ങനെ ഇത് ഇക്വൽ ആവുന്നത്? ആരാ ഇതിനെ ഡിമാൻഡും സപ്ലൈ എന്തുകൊണ്ടാണ് ഈക്വൽ ആവുന്നത്? അവിടെ അതിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ഫാക്ടർ എന്താ? വേരിയബിൾ എന്താ? പ്രൈസ്. അങ്ങനെയാണെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി കൊണ്ടുവരുന്ന ഫാക്ടർ ഏതാ? ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാസിക്കൽ സ്കൂളിൽ നമ്മൾ പഠിക്കാൻ നേരത്ത്, നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ നേരത്ത്
ഇതാണ് ക്ലാസിക്കൽ സ്കൂളിന്റെ മെയിൻ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായിക്കോളും. ഓക്കെ, ഇനി ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ പോലും അതിന് ചില ചില ഒരു എന്താ പറയാ ചില കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത്. എല്ലാ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റും എന്താ പറയാ ചില കേസുകൾ അതിൻ്റെ അകത്ത് ഓക്കെ ആണ്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലാസിക്കൽസ് ഉപയോഗിക്കുന്ന അവരുടെ ബേസ് ആണ്, അതായത് ആ അടിത്തറയാണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് 1, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ഇതാണ് ഇവരുടെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സൂപ്പർ സ്ട്രക്ചറിനെ നിലനിർത്തുന്ന ഈ പറയുന്ന 3 ആശയങ്ങളാണ്: 1 സെയിൽസ് ലോ, 2 സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, 3 വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ആശയം. ഓക്കെ, ഇനി ക്ലാസിക്കൽസ് പറയുന്നു ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളത്. ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ നേരത്ത് എന്തെന്നാ അതിന്റെ അർത്ഥം എന്തെന്നാ? All factors of production are in working condition. ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഇൻ വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, വേറെ എന്തെങ്കിലും ഐഡിയ? അത്ര ഒന്നും പോകണ്ട. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി പറഞ്ഞാൽ മതി. വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണ് എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണോ, നിങ്ങൾക്ക് ജോലി ഉണ്ടാവും. ഓക്കെ ആണോ? പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ മാർക്കറ്റിൽ ഒരു വേജ് റേറ്റ് ഉണ്ട്. അത് ഈ പറയുന്ന ആരാ തീരുമാനിക്കുന്നത്? ഇൻവിസിബിൾ ഹാൻഡ് ആണ് തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആ പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്ക് ജോലി ഉണ്ടാവും എന്നേ ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ഓക്കെ ആണോ? പ്രിവെയിലിംഗ് വേജ് റേറ്റ് എന്ന് പറഞ്ഞൊരു വേജ് റേറ്റ് ഉണ്ട്. അത് ഗിവൺ ആണ്, അത് മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ വേജ് റേറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് ക്ലാസിക്കൽസ് ഉദ്ദേശിക്കുന്ന ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. വോളണ്ടറി, അതായത് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ജോലി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്, അത് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. മനസ്സിലായോ? വോളണ്ടറി ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് തീരുമാനിക്കുകയാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് വോളണ്ടറി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ്. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫുൾ എംപ്ലോയ്മെന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജോലി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഉണ്ട്, നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത് ഒരു പ്രശ്നം കൂടെ ഉണ്ടാവാം. അതായത് ഏതാണെന്നറിയാവോ? അപ്പൊ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാം. രണ്ടാമത് ഒരു സാധനം കൂടെ ഉണ്ടാവാം. അതെന്താണെന്നറിയാവോ? ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എടുത്തിട്ടുണ്ടാവും. അത് പക്ഷേ നമുക്ക് അൺഎംപ്ലോയിഡ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. മാർക്കറ്റ് നിങ്ങൾക്ക് ജോലി തരുന്നുണ്ട്, നിങ്ങൾ പണിയെടുക്കാത്തത് നിങ്ങളുടെ കുറ്റമാണ്. മനസ്സിലായോ? ഇനി രണ്ടാമതൊരു അൺഎംപ്ലോയ്മെന്റും കൂടെ ഉണ്ടാവാം. അതിന്റെ പേരാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്താ? ഒരു ജോലി വിട്ടിട്ട് അടുത്തൊരു ജോലി, അതായത് ഒരു ജോലി വിട്ടിട്ട് നിങ്ങൾ വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ നേരത്തെ ടെമ്പററി ആയിട്ട് നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയി പോവാ ആ ജോബ് സെർച്ചിനിടയിൽ. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഈ പറയുന്ന ഉണ്ടെന്ന് പറഞ്ഞാലും ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ല എന്നല്ല അർത്ഥം. മനസ്സിലായോ? വോളണ്ടറി ആയിട്ട് ഈ പറയുന്ന കുറെ പേര് നിങ്ങൾ ഈ പറയുന്ന ജോലി തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല, ഞാൻ ഒരു സബാറ്റിക്കൽ എടുക്കാം, എനിക്ക് കുറച്ച് നാൾ വെറുതെ ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ്. ജോലി ചെയ്തിട്ട് ഒരു 4 കൊല്ലം ജോലി ചെയ്തു, നിങ്ങൾ അത് കഴിഞ്ഞ് വിചാരിക്കുകയാണ് എനിക്ക് 1 കൊല്ലം ഒന്ന് വീട്ടിലിരിക്കണം, ലീഷർലി ആയിട്ടിരിക്കണം എന്ന് പറയാണ്. അത് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം എനിക്കൊരു ലോട്ടറി അടിച്ചു, ഞാൻ ഈ പറയുന്ന ജോലിക്ക് പോകുന്നില്ല, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പം വോളണ്ടറി ആയിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളെ കാണിച്ചിട്ട് ദേ ക്ലാസിക്കൽ സ്കൂളിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ലല്ലോ എന്ന് പറയരുത്, ഫുള്ളി എംപ്ലോയിഡ് അല്ലല്ലോ എന്ന് പറയരുത്. അയാളുടെ തീരുമാനത്തിനനുസരിച്ച് ഈ പറയുന്ന ജോലി വേണ്ടെന്ന് വെച്ചാണ്. അയാൾക്ക് എംപ്ലോയിഡ് ആയിട്ടിരിക്കാൻ താല്പര്യമില്ല. പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ജോലി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, പക്ഷേ രണ്ടാമതൊരു കേസും കൂടെ ഉണ്ട്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ജോബ് സെർച്ചിനിടയ്ക്ക് ഒരു ജോബ് മാറി, അതായത് നിങ്ങൾ HSST പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ HSST എക്സാമിന് വേണ്ടി പഠിക്കാൻ നേരത്ത് ഇപ്പോൾ ഉള്ള ജോലി നിങ്ങൾ വിട്ടു, അടുത്തൊരു 6 മാസത്തേക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എക്കോണമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ല എന്നുള്ളതല്ല. ഓക്കെ ആണോ? അതായത് ഇത് എന്ന് പറയുന്ന സാധനം ഫുൾ എംപ്ലോയ്മെന്റ്
എന്ന് പറയുന്ന സാധനം അപ്പോഴും എന്തുണ്ടാവും എക്കോണമിയിൽ? രണ്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും വോളണ്ടറി അൺഎംപ്ലോയ്മെന്റും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ല എന്നുള്ളത്? ഇല്ല. ഇല്ല. മനസ്സിലായോ? അതായത് ഫുൾ എംപ്ലോയ്മെന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി ഉണ്ട് എന്നുള്ളതല്ല അർത്ഥം. ഈ രണ്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കാം. ഏതൊക്കെ? വോളണ്ടറി ആയിട്ട് ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുക, അത് അവരുടെ ഇഷ്ടമാണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാം, ജോബ് സെർച്ചിനിടയ്ക്ക് ഈ പറയുന്ന അൺഎംപ്ലോയിഡ് ആവാം. പക്ഷേ ഇൻവോളണ്ടറി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. ഇല്ല, അതുണ്ടാവില്ല. ഇൻവോളണ്ടറി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുക സർ? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാം, പക്ഷെ നമ്മളത് ഇതിനകത്തേക്ക് എടുത്ത് പറയാറില്ല. ബേസിക്കലി സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാം, അതും ഇറ്റ് ഇസ് കോമ്പാറ്റബിൾ വിത്ത് ഫുൾ എംപ്ലോയ്മെന്റ്. ടെമ്പററി ആയിട്ടുള്ള ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് വരാൻ നേരത്ത് ഈ പറയുന്ന നമ്മൾ പറയുന്നതാണ് സ്ട്രക്ചറൽ. അതായത് എക്കോണമിയിലെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഈ പറയുന്ന ഇപ്പോൾ AI എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നു. അപ്പോൾ ഈ പറയുന്ന കുറെ ആൾക്കാരുടെ ജോലി പോകും. അവർ ഈ പറയുന്ന AIയോട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ജോബിന്റെ സർട്ടിഫിക്കേഷൻ മാറ്റി കഴിഞ്ഞാൽ അവർക്കും ജോലിയായി. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഈ പറയുന്ന എക്കോണമിയിലെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാൻ നേരത്ത്, ചേഞ്ചസ് വരാൻ നേരത്ത് കുറെ പേര് അൺഎംപ്ലോയിഡ് ആവാം. അത് ഓക്കെയാണ്, ഫുൾ എംപ്ലോയ്മെന്റുമായിട്ട് ഓക്കെയാണ്, കമ്പാറ്റബിൾ ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ സ്ട്രക്ചറൽ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇവിടെ ചേർക്കാം. പക്ഷെ ബേസിക്കലി നമ്മൾ ഇത് രണ്ടുമാണ് പറയാറുള്ളത്, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും. പക്ഷെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ആദ്യത്തെ ഡിസ്റ്റിങ്ഷൻ. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും ഉണ്ടാവില്ല എന്നുള്ളതല്ല, അത് എപ്പോഴും ഉണ്ടാവും എക്കോണമിയിൽ. അത് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ല എന്നുള്ളതല്ല അർത്ഥം. ക്ലിയർ ആണോ? പക്ഷെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. ആ സൂപ്പർ സ്ട്രക്ചർ മനസ്സിലായോ നിങ്ങൾക്ക്? ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. ഫുൾ എംപ്ലോയ്മെന്റ് നമുക്ക് YF എന്ന് പറയാം. ഓക്കെ ആണോ നിങ്ങൾ? Yes, sir. ഓക്കെ. ഓക്കെ സർ. ബേസിക് ഐഡിയ, പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ വർക്ക് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ് ഉറപ്പായിട്ടും ജോലി ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിനെ താങ്ങി നിർത്തുന്ന ഈ സാധനത്തിനെ, ഈ സൂപ്പർ സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്ന 3 പില്ലേഴ്സ് ആണ് ഏതൊക്കെ? ഒന്ന് സെയിൽസ് ലോ, സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ ആണോ? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഐഡിയ ഈ പറയുന്ന ക്ലാസിക്കൽ സ്കൂളിന്റെ ഐഡിയ ആണ്. ഓക്കെ, അതാണ് ആ സമയം തൊട്ട് 1776 തൊട്ട് ആഡം സ്മിത്ത് ബുക്ക് എഴുതിയത് തൊട്ട് കെയ്നീഷ്യൻ റെവല്യൂഷൻ വരുന്നത് വരെ 1936 വരെ ലോകത്തെ പിടിച്ച് കുലുക്കിയ ഐഡിയ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്നും ചെയ്യേണ്ട, മാർക്കറ്റിന് ജോലി ചെയ്തോളും എന്നുള്ളതാണ് ഐഡിയ. അതിനെ താങ്ങി നിർത്തുന്ന 3 പില്ലേഴ്സ്. ഓക്കെ, സെയിൽസ് ലോ, സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്കൈ സ്ക്രേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ബിൽഡിങ്, ആ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന 3 തൂണുകൾ സെയിൽസ് ലോ, സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഇതിൽ ഏതെങ്കിലും ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ 3 പില്ലേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഫൗണ്ടേഷൻ ഇളകി കഴിഞ്ഞാൽ, ആ ഭിത്തി ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന അസംഷൻ പോകേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് കെയ്ൻസ് ആക്രമിച്ചത് ഫുൾ എംപ്ലോയ്മെന്റിനെ അല്ല, കെയ്ൻസിന്റെ ആക്രമണം മൊത്തം ഈ 3 പില്ലേഴ്സിലാണ്. സെയിൽസ് ലോ ഈ പറയുന്ന വർക്ക് ആവണമെന്നില്ല, സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി വർക്ക് ആവണമെന്നില്ല, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയും വർക്ക് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ കെയ്ൻസിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഐഡിയയിലല്ല, 3 പില്ലേഴ്സ് എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് കെയ്ൻസിന്റെ ജനറൽ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില പിഴവുകൾ ഈ ഇതിൻ്റെ അകത്ത് സംഭവിക്കാം, ഏതില്ല, സെയിൽസ് ലോയിൽ സംഭവിക്കാം, സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റിയിൽ സംഭവിക്കാം, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിൽ സംഭവിക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ സെയിൽസ് ലോ എന്ന് പറയുന്ന സാധനം എടുത്ത് കൊണ്ടുവരികയാണ്. സെയിൽസ് ലോനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്തൊക്കെയാ അറിയാം നിങ്ങൾക്ക് സെയിൽസ് ലോനെ കുറിച്ച്? ആരാ കൊണ്ടുവന്നത്? JBC. JB സേ, ജീൻ ബാപ്റ്റിസ്റ്റ് സേ എന്ന് പറയുന്ന ആളാണ്. JB സേ ആണ് ഈ പറയുന്ന
ബേസിക്കലി സെയ്സ് ലോ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത്. എന്താ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താ സെയ്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Supply creates its own demand. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓക്കെ, സേ ആക്ച്വലി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളതല്ല. നോ സൂണർ എ പ്രോഡക്റ്റ് ഇസ് ക്രിയേറ്റഡ് ഫ്രം ദാറ്റ് വെരി ഇൻസ്റ്റന്റ് ഇറ്റ് ക്രിയേറ്റ്സ് എ മാർക്കറ്റ് ഫോർ അനദർ പ്രോഡക്റ്റ് ഈക്വലൻ ടു ദ വാല്യൂ ഓഫ് ദ ഇനീഷ്യൽ പ്രോഡക്റ്റ് ക്രിയേറ്റഡ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അതായത് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അത് ഓൾറെഡി മറ്റൊരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കും എന്ന് പറയുന്ന രീതിയിലാണ് ജെബിസെ പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് ജെബിസയുടെ വാക്കുകളല്ല കേട്ടോ. ഓക്കെ, അത് ആരുടെ വാക്കുകൾ എന്ന് അറിയാവോ? കെയ്ൻസ് ആണ് പറഞ്ഞത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നിട്ടുള്ളത് കേട്ടോ. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളത് കെയ്ൻസിന്റെ വാക്കുകളാണ്, അല്ലാണ്ട് ജെബിസയുടെ വാക്കുകളല്ല. അത് ഓക്കെ, കെയ്ൻസിന്റെ തിയറിയിൽ പറയുന്നതാണ്. എനിക്ക് സേ പറഞ്ഞ കാര്യമായിട്ട് എനിക്ക് അതിനെ ചുരുക്കി പറയാൻ പറ്റുന്നത് ഇതാണ്: സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് സേയുടെ ഐഡിയനെ പറയുന്നത്. ആക്ച്വൽ വേർഡ്സ് ജെബിസയുടെ പ്രോഡക്റ്റ് ഇസ് നോ സൂണർ ക്രിയേറ്റഡ് അല്ലെങ്കിൽ ആസ് സൂൺ ആസ് എ പ്രോഡക്റ്റ് ഇസ് ക്രിയേറ്റഡ് ദാൻ ഇറ്റ് ഫ്രം ദാറ്റ് വെരി ഇൻസ്റ്റന്റ് ഇറ്റ് അഫോർഡ്സ് എ മാർക്കറ്റ് ഫോർ അതർ പ്രോഡക്ട്സ് ടു ദ ഫുൾ എക്സ്റ്റെന്റ് ഓഫ് ഇറ്റ്സ് ഓൺ വാല്യൂ. A product is no sooner created, than it from that very instant it affords a market for other products to the full extent of its own value. അതായത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ പറയുന്ന അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ മറ്റൊരു പ്രോഡക്റ്റിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ളതാണ് ജെബിസയുടെ ഒരു ഐഡിയ. അതിനെ ഈ പറയുന്ന കെയ്ൻസ് ക്രിസ്റ്റ്യൻ ചെയ്ത രീതിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആ സെന്റൻസ് ആക്കി മാറ്റിയതാണ് നമ്മളിപ്പോൾ പറയുന്ന സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ആശയം. അത് കെയ്ൻസിന്റെ വേർഡ്സ് ആണ്, ഓൺ വേർഡ്സ് ആണ്, ജെബിസയുടെ വേർഡ്സ് അല്ല. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കെയ്ൻസ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കെയ്ൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഇസ് ഫ്രം ദ സിമ്പിൾ ഇന്നസെന്റ് സെന്റൻസ് ദാറ്റ് ഓൾ ദ ഫ്യൂറർ ഇൻ മാക്രോ എക്കണോമിക്സ് ഹാസ് സ്റ്റാർട്ടഡ് വിച്ച് ഹാസ് നോട്ട് യെറ്റ് ഡൈഡ് ഡൗൺ എന്നാണ് കെയ്ൻസ് പറയുന്നത് കെയ്ൻസിന്റെ പുസ്തകത്തിൽ. ഇറ്റ് ഇസ് ഫ്രം ദ സിമ്പിൾ ഇന്നസെന്റ് സെന്റൻസ്, ജെബിസയുടെ സെന്റൻസ് ആണ്. സെയ്സ് ലോ എന്ന് പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നതാണല്ലോ സെയ്സ് ലോ എന്ന് പറയുന്നത്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ഇതാണ് കെയ്ൻസിന് മനസ്സിലായ ജെബിസയുടെ ആശയം എന്ന് പറയുന്നത്. ഓൺവേർഡ്സ് അല്ല, കെയ്ൻസിന് ഇതാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. എന്നിട്ട് കെയ്ൻസ് പറയാണ് ജെബിസയുടെ ആശയം എന്ന് പറയുന്നത് സപ്ലൈ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോളൂ. ഇതാണ് സേയുടെ ആശയം. എന്നിട്ട് കെയ്ൻസ് പറയാണ് ഇറ്റ് ഈസ് ഫ്രം ദ സിമ്പിൾ ഇന്നസെന്റ് സെന്റൻസ്, ഒരു ഇന്നസെന്റ് സെന്റൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം ദ സിമ്പിൾ ഇന്നസെന്റ് സെന്റൻസ് ദാറ്റ് ഓൾ ദ ഫ്യൂറർ ഇൻ മാക്രോ എക്കണോമിക്സ്, എല്ലാ പ്രശ്നങ്ങളും, ഓക്കെ, all the furor in macroeconomics has started which has not yet died down എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ, ഇപ്പോഴും ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മോണ്ടാർ സ്കൂൾ വന്നു, ന്യൂ ക്ലാസിക്കൽസ് വന്നു, ന്യൂ കെയ്നീഷ്യൻ വന്നു. എല്ലാവരും അടിപിടി കൂടുന്നത് ഈ ഒരു പോയിന്റിലാണ്. സപ്ലൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെയൊക്കെ ചോദ്യം. ഓക്കെ, അപ്പൊ ബേസിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന ജെബിസയുടെ സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ആശയം. ഓക്കെ, ഇനി എന്താ ഐഡിയ, ഇവർ എന്താ പറയുന്നത്? സപ്ലൈ എങ്ങനെയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? സാധാരണ ഡിമാൻഡ് അല്ലേ സപ്ലൈനെ ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് സപ്ലൈ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു ക്ലാസിക്കൽ ബിലീഫ് അങ്ങനെയല്ലേ, വാട്ട് എവർ വി പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കൺസ്യൂംഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ സപ്ലൈ എങ്ങനെ വരുന്നത്? സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ സാറ് പറഞ്ഞത് ഈ പറയുന്ന അവിടെ സപ്ലൈ വരുന്നില്ലല്ലോ. വാട്ട് എവർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ കൺസംഷൻ മാത്രമല്ലേ വരുന്നുള്ളൂ. പ്രൊഡക്ഷൻ അല്ല, വാട്ട് എവർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലെ സപ്ലൈ അല്ലേ? അത് കൺസ്യൂം ചെയ്യാനാണെങ്കിൽ പിന്നെ എവിടെ സപ്ലൈ വരുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് വരുന്നതുകൊണ്ട് അല്ല, എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് സപ്ലൈ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രൊഡക്ഷൻ കൂടും ഇൻകം കൂടും അങ്ങനെയാണോ? പ്രൊഡക്ഷൻ കൂടും ഇൻകം കൂടും അങ്ങനെയല്ല. ആരെങ്കിലും സപ്ലൈ എങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? സാധാരണ ഡിമാൻഡ് അല്ലേ സപ്ലൈനെ ക്രിയേറ്റ് ചെയ്യുന്നത്?
സാർ ആക്ച്വലി ഇവര് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷന്റെ ഒക്കെ ടൈമില്. അതായത് ഓവർ പ്രൊഡക്ഷൻ കനോട്ട് സസ്റ്റെയിൻ വിത്ത് അതുപോലെ സസ്റ്റെയിൻ ലെവൽ കൺസംഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എക്കോണമി സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള ആശയം അതേ സംബന്ധിച്ച് ഞാൻ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. ഒരു ഇന്റർവ്യൂവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ പറയുന്ന എന്താണ് സെയിൽസ് ലോ, അപ്പൊ നിങ്ങൾ പറയുകയാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് ചോദിക്കുകയാണ്. തിരിച്ച് അയാൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിമാൻഡ് അല്ലേ ഈ പറയുന്ന സപ്ലൈനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യപ്പെടുമ്പോഴല്ലേ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? പ്രൊഡക്ഷൻ കൂടുമ്പോ ഇൻകം ജനറേറ്റ് ചെയ്യുമല്ലേ? അപ്പോ പ്രൊഡക്ഷൻ ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ നോർമലി ജോബ് വേക്കൻസീസ് കൂടും, അപ്പോൾ ഡിമാൻഡ് കൂടും. അങ്ങനെ സപ്ലൈ ആണല്ലോ ഇനിഷ്യൽ സ്റ്റേജിൽ. ഓക്കെ, വേറെ ആരെങ്കിലും? സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓക്കെ, സേവിങ്സ് ഉണ്ടായിരിക്കില്ലല്ലോ, സേവിങ്സ് ഇല്ല. ഞാൻ സേവിങ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറഞ്ഞോ? സേവിങ്സ് എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് സംസാരിച്ച പോലും ഇല്ല. ഈ കേസിൽ, സെയിൽസ് ലോയുടെ കേസിൽ സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്, ഈ സെന്റൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മണിക്ക് ട്രാൻസാക്ഷൻ മോട്ടീവ് മാത്രമേ, ട്രാൻസാക്ഷൻ ഡിമാൻഡ്. ഈ സ്റ്റേറ്റ്മെന്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കെയ്ൻസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്, സപ്ലൈ എങ്ങനെയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓവർ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ഡിമാൻഡ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ഡിമാൻഡ് ചെയ്യും. സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ജോലിക്കാർക്കൊക്കെ കൂലിയൊക്കെ കിട്ടുമല്ലോ സാർ. ഓണേഴ്സിന് പൈസ കിട്ടും. ഓക്കെ, അപ്പോ അവരേല് പൈസയായി, അപ്പൊ അവര് വീണ്ടും സാധനത്തിന് ഡിമാൻഡ് ചെയ്യുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ആശയമുണ്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രൊഡ്യൂസർ ഈ പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ പഴം, ഓക്കെ, ബനാന എന്ന് പറയുന്ന സാധനം, അത് ഈ പറയുന്ന ഞാലിപ്പൂമ്പഴമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം, ഒരു കൊല ഏത്തപ്പഴമാണെന്ന് വിചാരിക്കുക. ബേസിക്കലി നിങ്ങൾ എന്തിനായിരിക്കും ആ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്? കൺസംഷന് വേണ്ടിയായിരിക്കും അല്ലേ? ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ പഴം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസംഷന് വേണ്ടിയായിരിക്കും. ഇനി അയാൾ കൺസംഷൻ പർപ്പസിന് വേണ്ടിയല്ല അത് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അതായത് ഈ പറയുന്ന അയാൾ ക്രിയേറ്റ് ചെയ്തത് ഒരു മാസം 5 കിലോ ഏത്തപ്പഴമാണെന്ന് വിചാരിക്കുക. അയാൾക്ക് കൺസംഷനായിട്ട് വേണ്ടത് 2 കിലോ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഈ പറയുന്ന 3 കിലോ വന്നല്ലോ. 5 കിലോ ഏത്തപ്പഴമാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തത്. അയാൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി അയാൾക്ക് ആവശ്യമുള്ളത് എത്ര കിലോ മാത്രമാണ്? 2 കിലോ മാത്രമാണ്. അപ്പൊ ഈ 3 കിലോ അയാൾ എന്ത് ചെയ്യും? വിൽക്കും, മാർക്കറ്റിൽ വിൽക്കും. ഓക്കെ, ഇനി മാർക്കറ്റിൽ വിൽക്കാൻ നേരത്ത് ഇയാൾക്ക് 3 കിലോയ്ക്കുള്ള വരുമാനം കിട്ടി, ഇൻകം കിട്ടി. 3 കിലോക്ക് ഈ പറയുന്ന 300 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. ഈ 300 രൂപ ഇയാൾ ഈ പറയുന്ന കയ്യിൽ വെക്കുകയോ അതോ ഈ പറയുന്ന അയാൾക്ക് പഴം മാത്രം കഴിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പഴം മാത്രം കഴിച്ച് ഈ പറയുന്ന നമ്മൾ സാധാരണഗതിയിൽ ജീവിക്കില്ല. അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും, പക്ഷെ അത് റാഷണൽ കൺസ്യൂമർ അല്ല. ഈ 300 രൂപ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? ചിലപ്പോൾ തക്കാളി മേടിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മേടിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മുട്ട മേടിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചിക്കൻ മേടിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷ് മേടിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്ട് ഓഫ് സപ്ലൈയിങ് സംതിങ്, എന്താ ഇവിടെ സപ്ലൈ ചെയ്ത്? ബേസിക്കലി ബനാന എന്ന് പറയുന്ന സാധനം, അത് എന്തിനെ ക്രിയേറ്റ് ചെയ്തു? ഈ പ്രോഡക്ട്സിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അല്ലേ? ഇതിന് നിങ്ങൾ ഈ പറയുന്ന മണി ന്യൂട്രൽ ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആണ്, ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂടാൻ നേരത്ത് കുറയാൻ നേരത്ത് എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. സാധാരണഗതിയിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കൺസ്യൂം ചെയ്യാനാണ്. ഇനി അതിൽ കൂടുതൽ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻഷൻ എന്താ? സപ്ലൈ ചെയ്യാന്നുള്ള ഇന്റൻഷനാണ്. നിങ്ങൾ അത് മാർക്കറ്റിൽ സപ്ലൈ ചെയ്തു. ആ സപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം എന്ത് കിട്ടി? പൈസ കിട്ടി. ആ പൈസ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു?
ഈ പറയുന്ന സാധനങ്ങൾ മേടിച്ചു. സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ ആക്ട് ഓഫ് സപ്ലൈയിങ് സംതിങ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഡിമാൻഡ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. സെയിൽസ് ലോ ഈ പറയുന്ന ആദ്യം ഡിവൈസ് ചെയ്തപ്പോൾ അത് ബാർട്ടർ എക്കോണമിക്ക് വേണ്ടിയായിരുന്നു. ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മറ്റ് ഗുഡ്സിന് വേണ്ടിയാണ്. ബേസിക്കലി അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ബാർട്ടർ എക്കോണമിയിലേക്കുള്ള രീതിയിലേക്കായിരുന്നു. ബാർട്ടർ എക്കോണമിയിൽ ഈ പറയുന്നത് നമ്മൾ പഴം കൊടുക്കുന്നു, അതിന് പകരം നമ്മൾ എന്ത് മേടിക്കുന്നു? ടൊമാറ്റോ മേടിക്കുന്നു, പൊട്ടറ്റോ മേടിക്കുന്നു, എഗ്ഗ് മേടിക്കുന്നു, ചിക്കൻ മേടിക്കുന്നു, ഫിഷ് മേടിക്കുന്നു. അവിടെ പൈസ എന്ന് പറയുന്നൊരു സാധനം ഇല്ല, മണി എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അപ്പൊ ബാർട്ടർ എക്കോണമിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ഒരു സാധനം, പഴം എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് നിങ്ങളുടെ കൺസംഷന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഇപ്പം അതിൽ കൂടുതലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സപ്ലൈ ഉണ്ട് മാർക്കറ്റിലേക്ക്. സപ്ലൈ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്തിന് കാരണമായി? ഈ പ്രോഡക്ട്സിന് ഈ പറയുന്ന തത്തുല്യമായിട്ടുള്ള എമൗണ്ടിന്, തത്തുല്യമായിട്ടുള്ള എമൗണ്ട് എന്ന് എത്ര രൂപയ്ക്കാ? 300 രൂപയ്ക്ക് ഈ പറയുന്ന ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു മറ്റ് പ്രോഡക്ട്സിന്. ഓക്കെ ആണ്. ഇതിന്റെ വാല്യൂ എത്ര? നിങ്ങൾ വിറ്റതിന്റെ വാല്യൂ എത്രയാ? സപ്ലൈ ചെയ്തതിന്റെ വാല്യൂ എത്രയാ? 300. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡിന്റെ വാല്യൂ എത്രയാ? സെയിം 300. അപ്പൊ ആക്ട് ഓഫ് സപ്ലൈയിങ് സംതിങ് ലെഡ് ടു ക്രിയേഷൻ ഓഫ് ഡിമാൻഡ് ഈക്വലന്റ് ടു ദ മണി വാല്യൂ ഓഫ് ദ സപ്ലൈഡ് പ്രോഡക്റ്റ്. അല്ലേ? 300 രൂപയ്ക്ക് നിങ്ങൾ ഒരു സാധനം സപ്ലൈ ചെയ്തു, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? അതിന് ഇക്വലന്റ് ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്. അല്ലേ? ആണോ? തർക്കമുണ്ടോ? ഓക്കെ. ഇതുകൊണ്ടാണ് സേ പറഞ്ഞത് പ്രോഡക്റ്റ് ഇസ് നോ സൂണർ ക്രിയേറ്റഡ്. ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് വെരി ഇൻസ്റ്റന്റ്, ആ നിമിഷം തന്നെ ഇറ്റ് അഫോർഡ്സ് എ മാർക്കറ്റ് ഫോർ അതർ പ്രോഡക്ട്സ്. ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അത് മറ്റ് പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും ഇക്വലന്റ് ടു ദ വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ക്രിയേറ്റഡ്. 300 രൂപയുടെ ഔട്ട്പുട്ടാണ് ക്രിയേറ്റ് ചെയ്തത്, 300 രൂപയ്ക്കുള്ള ഡിമാൻഡും എവിടെ ഉണ്ടായി? അപ്പുറത്തെ സൈഡിൽ ഉണ്ടായി. കാരണം നിങ്ങൾ ഒരു സാധനം നിങ്ങളുടെ കൺസംഷന് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലോടയുടെ അടിയിൽ വെക്കാനാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പഴം അല്ലല്ലോ. അല്ലെങ്കിൽ കിടക്കയുടെ അടിയിൽ വെക്കാനാണോ പഴം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആണോ? അല്ല സർ. അല്ലല്ലോ. വിൽക്കാനല്ല ബേസിക്കലി. നിങ്ങളുടെ ഇന്റൻഷൻ എന്തായിരിക്കും? വിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. വിൽക്കാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി വേറൊരു പ്രോഡക്റ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ടിൽ ഈ പറയുന്ന ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ബാർട്ടർ എക്കോണമിയിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി മണി എക്കോണമിയിൽ ഈ സാധനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മണി എക്കോണമിയിൽ എന്താ സംഭവിച്ചത്? സപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് 300 രൂപ കിട്ടി. ഈ 300 രൂപ നിങ്ങൾ എന്ത് ചെയ്തു? മറ്റ് പ്രോഡക്ട്സിനെ ഡിമാൻഡ് ചെയ്തു. ഓക്കെ. കാരണം ക്ലാസിക്കൽ സ്കൂളിൽ മണിക്ക് എന്ത് പർപ്പസ് മാത്രമേ ഉള്ളൂ? ട്രാൻസാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ട്രാൻസാക്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അത് ഹോൾഡ് ചെയ്യോ നിങ്ങൾ മണി ക്ലാസിക്കൽ സ്കൂളിൽ? ഇല്ല. ഹോൾഡിങ് ആരാ കൊണ്ടുവന്നേ? ആരുടെ ഐഡിയ ഹോൾഡ് ചെയ്യുക എന്നുള്ളത്? അത് വെച്ച് സ്പെക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഹോൾഡ് ചെയ്യണത് ക്ലാസിക്കൽ സ്കൂളിലും ഈ പറയുന്ന കെയ്ൻസിന്റെ ഐഡിയ ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. മനസ്സിലായി? ഹോൾഡ് ചെയ്യാം, പക്ഷെ അത് ഈ പറയുന്ന ഇൻഫിനിറ്റ് ആയിട്ട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കില്ല. ഓക്കെ. അപ്പൊ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് കെയ്ൻസിന്റെ ഐഡിയ ആണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സാധനം സപ്ലൈ ചെയ്തു, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വന്നു. ഈ പൈസ നിങ്ങൾ തലോണയുടെ അടിയിൽ വെക്കില്ല. അതല്ല പൈസയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. പൈസയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ പറയാം നിങ്ങൾക്ക്. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നത്? നെറ്റ് ഉള്ളതുകൊണ്ട് ഈ പറയുന്നത് ഞാൻ പഠിക്കാൻ സമ്മതിച്ചു, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ആത്യന്തികമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്നത്? ജോലി കിട്ടാൻ വേണ്ടി. ജോലി കിട്ടാൻ താല്പര്യമുള്ള ഇഷ്ടംമാതിരി പേര് വേറെ ഇരിപ്പുണ്ട്. ഒരു 3500 കാൻഡിഡേറ്റ്സ് വേറെ ഉണ്ട്. അവരെന്ത് ഈ ക്ലാസ്സിൽ ഇരിക്കാതെ? അവർക്ക് ക്ലാസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെ? ഫീസ് അല്ലേ? എനിക്ക് ഫീസ് തന്നവരെ ഞാൻ ഇരുത്തിയിട്ടുള്ളൂ ഈ ക്ലാസ്സിൽ. ഓക്കെ. ഇനി
നിങ്ങൾ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നത് എന്താ? ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിലേക്ക് തന്നത് എന്താ? GPay ആയിട്ട് ചെയ്തത് എന്താ? മണി. പൈസ. ഓക്കെ. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഈ ക്ലാസ്സിൽ ഇരുത്തുന്നത് ആ മണിയാണോ അതോ ഈ പറയുന്ന ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ ആ മണി എങ്ങനെയാ വന്നേ? ജോലിക്കുള്ള പേയ്മെന്റ്, ജോലിക്കുള്ള പേയ്മെന്റോ? എന്ത് ജോലിക്കുള്ള പേയ്മെന്റ്? സാലറി, ആരുടെ സാലറി? നമ്മുടെ സാലറി. നിങ്ങളുടെ സാലറി അല്ലെ? നിങ്ങൾ ജോലി എടുത്തു, നിങ്ങൾ ഫിസിക്കലായിട്ട് എക്സേർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ എക്സേർഷൻ നിങ്ങൾ നടത്തി, അതിന് ഈ പറയുന്ന ആ ജോലിയാണ് നിങ്ങൾക്ക് ആ പണം കൊണ്ടു തന്നത്. ഓക്കെ. അപ്പൊ ആ ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കാനുള്ള കാരണം പൈസയാണോ നിങ്ങളെടുത്ത എക്സേർഷൻ ആണോ? അൾട്ടിമേറ്റ്ലി പൈസ തന്നപ്പോഴാണ് നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഇരുന്നത്. പക്ഷെ പൈസ എന്ന് പറയുന്നത് ആ വാല്യൂ, നിങ്ങളുടെ എക്സേർഷൻ നിങ്ങൾ എനിക്ക് ട്രാൻസാക്ട് ചെയ്യുന്നത് പൈസ കൂടിയാണെന്ന് മാത്രം. അൾട്ടിമേറ്റ്ലി പൈസ ആയിരുന്നു നിങ്ങളുടെ ഫിസിക്കൽ എക്സേർഷൻ ആണോ നിങ്ങൾ ഇവിടെ ജോലിക്ക് ഇരിക്കാൻ കാരണം? ഫിസിക്കൽ എക്സർസൈസ്. ഫിസിക്കൽ എക്സേർഷൻ. മണി എന്ന് പറയുന്ന അപ്പൊ അവിടെ ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ട്രാൻസാക്ഷന് വേണ്ടി ആ ഫിസിക്കൽ എക്സേർഷൻ നിങ്ങൾ എനിക്ക് തരികയാണ് ഒരു പേയ്മെന്റിന്റെ രൂപത്തിൽ. ആ ട്രാൻസാക്ഷൻ സാധനം മാത്രമാണ് പൈസ എന്ന് പറയുന്നത്. അല്ലാണ്ട് പൈസ തന്നുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ ആ പൈസ വന്നത്? നിങ്ങൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി എക്സേർട്ട് ചെയ്തു, ഒരു ജോലി ചെയ്തു. ആ ജോലി ചെയ്തപ്പോൾ ഈ പറയുന്ന അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആ എടുത്ത എക്സേർഷനെ സ്റ്റോർ ചെയ്യാൻ പൈസയ്ക്ക് കഴിവുണ്ട്. ആ പൈസ നിങ്ങൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ മണിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ജസ്റ്റ് ഒരു ക്യാരേജ് ആണ്, ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം മാത്രമാണ്. ഇതാണ് ക്ലാസിക്കൽസ് പറയുന്നത്. അതിനപ്പുറമായിട്ട് മണിക്ക് ഒരു പേർപ്പസും ഇല്ല. മനസ്സിലായോ? മണിയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഹോർഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഈ പറയുന്ന മണിക്കില്ല. ഇനി നിങ്ങൾ ഈ പറയുന്ന തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്യാം മണി. പക്ഷേ അത് ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലല്ല നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്? ബാങ്കിലായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ബാങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും? സേവിങ്സ് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. ഈ സേവിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോൾഡ് ചെയ്യുന്ന സാധനം എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. അതായത് നിങ്ങളുടെ 1000 രൂപ ഈ പറയുന്ന സാലറി ആയിട്ട് ഉണ്ടായിരുന്നു. ഈ പറയുന്ന നിങ്ങൾ അതിൻ്റെ അകത്ത് 500 രൂപയ്ക്കുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കൺസംഷന് വേണ്ടി ഉപയോഗിച്ചത്. ബാക്കി 500 രൂപ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാറേ ഈ 500 രൂപയ്ക്കുള്ള നിങ്ങൾക്ക് 1000 രൂപ കിട്ടി. ഈ 1000 രൂപയിൽ ഞാൻ ഈ പറയുന്ന 500 രൂപയ്ക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്തു. ഓക്കെ, പരിപ്പ്, പച്ചക്കറി, പഴം, മീൻ, മുട്ട എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബാക്കി 500 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ സേവ് ചെയ്യാണ്. അപ്പൊ സേവിങ് ഒരു ലീക്കേജ് അല്ലേ എന്ന് ചോദിക്കാം. ഈ ലീക്കേജ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? എക്കോണമിയിൽ നിങ്ങൾ ഈ പറയുന്ന 1000 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സെയിൽസ് ലോ എന്താ പറയുന്നത്? 1000 രൂപയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നല്ലേ പറയുന്നത്. പക്ഷെ ഡിമാൻഡ് ഉണ്ടായോ? ഇല്ല. എത്ര രൂപയ്ക്കുള്ള ഡിമാൻഡ് ഉണ്ടായുള്ളൂ? 500 രൂപയ്ക്കുള്ള ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ 500 രൂപയ്ക്കുള്ള എക്സസ് സപ്ലൈ ഉണ്ടാവൂലേ? ഉണ്ടാവും. ഓക്കെ, ഈ 500 രൂപയുടെ എക്സസ് സപ്ലൈ എങ്ങനെ നികത്തപ്പെടും? നിങ്ങൾ ഈ കൺസ്യൂം ചെയ്യാത്ത 500 രൂപ എങ്ങോട്ട് പോകും? ബാങ്കിലോട്ട് പോകും, സേവിങ്സ് ആയിട്ട് പോകും. ഈ 500 രൂപ ഈ പറയുന്ന സേവിങ്സ് നിങ്ങൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നു പറഞ്ഞു. അപ്പൊ ഈ 500 രൂപ നെഗറ്റീവ് 500 രൂപ ലീക്കേജ് ആയിട്ട് വന്ന 500 രൂപ എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. അത് തിരിച്ച് എക്കോണമിയിലേക്ക് തന്നെ വരും. തിരിച്ച് എക്കോണമിയിലേക്ക് തന്നെ വരാൻ നേരത്ത് ആ ഏതാണോ ഈ പറയുന്ന 500 രൂപയ്ക്ക് ഒരു ലീക്കേജ് ഉണ്ടായിരുന്ന സാധനം തിരിച്ച് വീണ്ടും റീഇൻജക്ട് ചെയ്യപ്പെടുകയല്ലേ? അപ്പൊ പിന്നെ വീണ്ടും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുമോ? ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കില്ലേ? മനസ്സിലായോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ പറഞ്ഞു ആക്ട് ഓഫ് സപ്ലൈയിങ് സംതിങ് വിൽ ക്രിയേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സംശയം ചോദിക്കാം. ഈ പറയുന്നത് നിങ്ങൾ ഒരു ഫിസിക്കൽ എക്സേർഷൻ നടത്തി, നിങ്ങളൊരു ജോലി എടുത്തു. അപ്പൊ ജോലി എടുത്തപ്പോൾ നിങ്ങൾ 1000 രൂപയ്ക്കുള്ള ജോലിയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഉപയോഗിച്ചത് കൺസംഷന് വേണ്ടി ഉപയോഗിച്ചത് 500 രൂപയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ പറയുന്ന 500 രൂപയ്ക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ സപ്ലൈ എത്ര വന്നു? ഓൾറെഡി 1000 രൂപയ്ക്ക് സപ്ലൈ വന്നു. അപ്പൊ ഈ 500 രൂപ, ബാക്കിയുള്ള 500 രൂപയ്ക്ക് ഇവിടെ ഡിമാൻഡ് ഉണ്ടോ?
ഇല്ല. ഇല്ല. അപ്പൊ എക്സസ് സപ്ലൈ എത്ര വന്നു മാർക്കറ്റില്? 500. 500 രൂപയ്ക്കുള്ള എക്സസ് സപ്ലൈ വന്നു. 500 രൂപയ്ക്കുള്ള പ്രോഡക്റ്റിനുള്ള എക്സസ് സപ്ലൈ വന്നു. പക്ഷെ അവിടെയും ക്ലാസിക്കൽസ് പറയുന്നത് എന്താ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഈ പറയുന്ന 500 രൂപ എന്ന് പറയുന്നത് കിടക്കയുടെ തലോണയുടെ അടിയിൽ വെക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. സേവിങ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. സേവിങ്സ് ഉറപ്പായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും എന്ന് ക്ലാസിക്കൽസ് പറയാൻ കാരണം എന്താ? കാരണം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് സേവിങ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ 500 രൂപ, ഒരു 500 രൂപ ഈ പറയുന്ന മാറിയായിരുന്നു, സിസ്റ്റത്തിൽ നിന്ന് മാറിയായിരുന്നു ലീക്കേജ് ആയിട്ട്. അത് വീണ്ടും എങ്ങോട്ട് തന്നെ ഈ പറയുന്ന ഇഞ്ചക്ട് ചെയ്തു? എക്കോണമിയിലേക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്തു. അപ്പൊ 1000 രൂപയ്ക്കുള്ള സർവീസ് ക്രിയേറ്റ് ചെയ്തു, 500 രൂപയ്ക്ക് കൺസംഷൻ നടത്തി, ബാക്കി 500 രൂപ സേവ് ചെയ്തു. പക്ഷെ 500 രൂപ സേവ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറി, വീണ്ടും 500 രൂപ. അപ്പൊ ഇവിടെ ഒരു 500 രൂപ സംഭവിച്ചു, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 500 രൂപ സംഭവിച്ചു. അപ്പൊ സപ്ലൈ ചെയ്യപ്പെട്ടത് 1000 രൂപയുടെ പ്രോഡക്ട്സ്, വീണ്ടും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ടോട്ടൽ എത്രയാ? കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. കൺസംഷൻ 500 രൂപയ്ക്ക് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയ്ക്ക് ചെയ്തു? സർക്കിൾ വീണ്ടും ഫുൾഫിൽ ആയോ? സർക്കിൾ വീണ്ടും അത് ഒപ്പത്തിനൊപ്പം എത്തിയില്ല. നോക്കിയേ, 1000 രൂപയ്ക്ക് സപ്ലൈ ചെയ്തു, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എത്ര തന്നെ? 1000. അങ്ങനെയാണെങ്കിൽ എക്സസ് സപ്ലൈ ഉണ്ടാവുമോ? ഇല്ല. ടെമ്പററി ആയിട്ട് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ സേ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു സെക്ടറിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഈ പറയുന്ന ഗ്ലട്ട് ഉണ്ടാവാം, ജനറൽ ഗ്ലട്ട് ഉണ്ടാവില്ല. ഞാൻ ഒന്നും കൂടെ ഇനി അത് വിശദീകരിക്കുകയാണ്. അതായത് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പല സെക്ടേഴ്സ് ഉണ്ട്. ടെക്സ്റ്റൈൽ സെക്ടർ ഉണ്ട്, ഫുഡിന്റെ സെക്ടർ ഉണ്ട്. ഇനി ഫുഡിന്റെ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പഴത്തിന് ഒരു സെക്ടർ ഉണ്ടാവും, പൊട്ടറ്റോയ്ക്ക് ഒരു സെക്ടർ ഉണ്ടാവും, ഓണിയൻ ഒരു സെക്ടർ ഉണ്ടാവും, ഈ പറയുന്ന മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന ഗുഡ്സിന് വേറൊരു സെക്ടർ ഉണ്ടാവും. പല പല സെക്ടേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് സെക്ടേഴ്സ് ഉണ്ട് ഒരു സൊസൈറ്റിയിൽ. ഏതെങ്കിലും ഒരു സെക്ടറിൽ ഈ പറയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോ ഞാൻ വീണ്ടും വിശദീകരിക്കാം. ബനാന എന്ന് പറയുന്ന സാധനം നമുക്ക് അത് തന്നെ എടുക്കാം. ഏത്തപ്പഴത്തിന് ഈ പറയുന്ന ടെമ്പററി ആയിട്ടുള്ള സപ്ലൈ ഭയങ്കരമായിട്ട് കൂടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോഴും ക്ലാസിക്കൽസിന് അവരുടെ ഒരു വാദമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പററി ആയിട്ട് ഈ പറയുന്ന സപ്ലൈ കൂടാം. ഓക്കെ, പക്ഷെ ഈ ടെമ്പററി ആയിട്ടുള്ള സപ്ലൈ കൂടുമ്പോൾ എന്താ അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ലേബറും ക്യാപിറ്റലും എവിടെ കോൺസെൻട്രേറ്റഡ് ആണ്? ഏത് സെക്ടറിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന? അപ്പോ ബനാനയുടെ സപ്ലൈ കൂടി, ഏത്തപ്പഴത്തിന്റെ സപ്ലൈ കൂടി. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഇപ്പോ ഇവിടെ നിൽക്കുന്ന ലേബറും ക്യാപിറ്റലും ആവശ്യത്തിൽ കൂടുതലാണെന്നാണോ കുറവാണെന്നുള്ളതാണോ? കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഏത്തപ്പഴത്തിന്റെ സപ്ലൈ കൂടിയത്. ലേബറും ക്യാപിറ്റലും ഈ പറയുന്ന ഒരുപാട് ഈ സെക്ടറിലേക്ക് പോയി. അതുകൊണ്ട് ഈ പറയുന്ന എന്ത് സംഭവിച്ചു? അവിടെ സപ്ലൈ എക്സസ് വന്നു. ഇവിടെ സപ്ലൈ എക്സസ് വന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ പ്രൈസിന് എന്ത് സംഭവിക്കും? പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സിനുള്ള റിവാർഡ്സിന് എന്ത് സംഭവിക്കും? ഫാക്ടേഴ്സിനുള്ള റിവാർഡ്സ് കുറയും. അപ്പൊ ഫാക്ടേഴ്സിന് കിട്ടുന്ന റിവാർഡ്സ്, ലേബറിന് കിട്ടുന്നത് വേജ്, ക്യാപിറ്റലിന് കിട്ടുന്നത് റെന്റില്. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ഇവിടെ നിൽക്കുവോ? ബനാന പ്രൊഡക്ഷനിൽ നിൽക്കുവോ? അവരെങ്ങോട്ട് പോകും? വേറൊരു സെക്ടറിലേക്ക്. ഈ പറയുന്ന സപ്ലൈ കുറഞ്ഞു നിൽക്കുന്ന ഒരു സെക്ടറിലേക്ക് പോകും. അത് ചിലപ്പോൾ സപ്ലൈ കുറഞ്ഞു നിൽക്കുന്ന ചിലപ്പോൾ പൊട്ടറ്റോ ആയിരിക്കും. അവരെങ്ങോട്ട് പോകും? ആ പൊട്ടറ്റോ എന്ന് പറഞ്ഞ സെക്ടറിലേക്ക് പോകും. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഈ പറയുന്ന എക്സസ് സപ്ലൈ ഏതെങ്കിലും ഒരു സെക്ടറിലായിട്ട് വന്നേക്കാം. പക്ഷെ ജനറൽ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്കോണമിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ ആണോ? സെയ്സ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ JB സേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പററി ആയിട്ടുള്ള ഗ്ലട്ടുകൾ ഉണ്ടാവും. സെക്ടറൽ ഗ്ലട്ടുകൾ. ഗ്ലട്ട് എന്ന് പറയുന്നത് എന്താ? ഓവർ പ്രൊഡക്ഷൻ ആണ്. സെക്ടറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഓരോ സെക്ടറിൽ ഈ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ജനറൽ ഗ്ലട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ജനറൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഇനിയിപ്പോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു സെക്ടറിൽ ഈ പറയുന്ന എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ പ്രൈസസ് എന്ത് ചെയ്യും? പ്രൈസസ് കുറയും. പ്രൈസസ് കുറഞ്ഞു കഴിഞ്ഞാൽ വേജ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനുള്ള റിവാർഡ്സിന് എന്ത് സംഭവിക്കും? കുറയും. അപ്പൊ അവിടത്തെ ആൾക്കാർ എങ്ങോട്ട് പോകും? ബേസിക്കലി വേറൊരു സപ്ലൈ കുറഞ്ഞ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ സപ്ലൈ കുറവുള്ള ഒരു ഏരിയയിലേക്ക് അവര്
അവരെ മാറ്റും, റീബാലൻസ് ചെയ്യും തന്നെ. അത് മാർക്കറ്റ് തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള സെക്ടറൽ ആയിട്ടുള്ള ഓവർ പ്രൊഡക്ഷൻ വന്നേക്കാം, പക്ഷെ ജനറൽ ഓവർ പ്രൊഡക്ഷൻ വരില്ല എന്നുള്ളതാണ് JBCയുടെ ആശയം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ സർ. ഓക്കെ. ഇനി JBCയും അയാളുടെ ഈ പറയുന്ന അതേ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് മാൽത്തസും. ഓക്കെ, മാൽത്തസ് പറഞ്ഞിട്ടുണ്ട് ഗ്ലട്ട് ഉണ്ടാവാം ഇല്ലേ? മാൽത്തസിന്റെ 2 ഐഡിയാസ് ആണ് ഏതൊക്കെ? മാൽത്തസിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാ? ഓക്കെ, ഗ്ലട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയ. ഓക്കെ, ഗ്ലട്ട് ഉണ്ടാവാം, പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയ. ഗ്ലട്ട് ഉണ്ടാവാം എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. ഒന്ന് മാൽത്തസ്. അപ്പൊ കെയ്ൻസിന് മുമ്പേ ഈ പറയുന്ന ഇത് ഈ ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്ത ആളാണ് മാൽത്തസ്. അതുപോലെ തന്നെ മാർക്സും ഈ ഐഡിയസ് പറഞ്ഞായിരുന്നു. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന എപ്പോഴും എക്കോണമിയിൽ ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് മാർക്സും പറഞ്ഞിട്ടുണ്ട്, കാൾ മാർക്സ്. നമുക്കിവിടെ മാൽത്തസിന്റെ കേസാണ് നോക്കേണ്ടത്. മാൽത്തസ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേജസ് എന്ന് പറയുന്നത് ബേസിക്കലി ക്ലാസിക്കൽ സ്കൂളിന്റെ ഐഡിയ പ്രകാരം എന്ത് ടൈപ്പ് ഓഫ് വേജസ് ആയിരിക്കും ലോങ് റണ്ണിൽ പ്രിവെയിൽ ചെയ്യുന്നത്? ഒരുപാട് വേജസ് കിട്ടുമോ ലേബറേഴ്സിന്? അയൺ ലോ ഓഫ് വേജസ് സബ്സിസ്റ്റൻസ് വേജ് ആയിരിക്കും. അതായത് ജസ്റ്റ് കഴിഞ്ഞു കൂടാൻ പറ്റുന്ന വേജ് റേറ്റ് ഈ പറയുന്ന ജനങ്ങൾക്ക് കിട്ടുള്ളൂ, ലേബറേഴ്സിന് കിട്ടുള്ളൂ. ഈ സബ്സിസ്റ്റൻസ് വേജ് റേറ്റും വെച്ചുകൊണ്ട് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും ജനങ്ങൾക്ക്, ലേബറേഴ്സിന് മേടിക്കാൻ പറ്റുമെന്നുള്ളത് മാൽത്തസ് വിചാരിച്ചിട്ടില്ല. മാൽത്തസ് പറഞ്ഞു അവർക്ക് ഈ പറയുന്ന ആ ഇൻകം വെച്ചുകൊണ്ട് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ മൊത്തം മേടിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇനി കഴിവുള്ള ആൾക്കാരുണ്ട്, അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, പക്ഷെ അവരുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പൊ 2 പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് ഈ പറയുന്ന സബ്സിസ്റ്റൻസ് വേജ് റേറ്റേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ലേബറേഴ്സ് മൊത്തം ഈ പറയുന്ന എത്ര അവർ സ്പെൻഡ് ചെയ്താലും എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ മൊത്തം വാങ്ങാനായിട്ട് അവർക്ക് കഴിവുണ്ടാവണമെന്നില്ല. ഓക്കെ. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കഴിവുള്ള ആൾക്കാർ തന്നെ ഈ പറയുന്ന എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ മുകേഷ് അംബാനി, അതുപോലെ തന്നെ ഈ പറയുന്ന ആ ടാറ്റ, ബിർള, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് പ്രപ്പോർഷൻ ഓഫ് കൺസംഷൻ ബേസ്ഡ് ഓൺ ഇൻകം, അതായത് ആ ടോട്ടൽ ഇൻകത്തിനെ ബേസ് ചെയ്ത് അവർ കൺസ്യൂം ചെയ്യുന്ന ആ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അവരുടെ കൺസംഷൻ എന്ന് പറയുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കൺസംഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ആവാൻ നേരത്ത് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും മേടിക്കപ്പെടണം എന്നില്ല. ഗ്ലട്ട് ഉണ്ടാവാം, ജനറൽ ഗ്ലട്ട് ഉണ്ടാവാം, സെക്ടറൽ ആയിട്ടുള്ള ഗ്ലട്ട് അല്ല. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്. മനസ്സിലായോ? അതായത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ സെയും ഈ പറയുന്ന മാൽത്തസും. ഓക്കെ, അപ്പൊ മാൽത്തസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് പരിഹരിക്കാം. ഒന്ന്, ഈ പറയുന്ന ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ബേസ് ഉണ്ടാവണം, അതായത് സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള കൺസംഷൻ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടായിരിക്കണം. 2, ടാക്സേഷന് നിങ്ങൾ തയ്യാറായിക്കൊള്ളണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്ലട്ട് ഒഴിവാക്കാം എന്നുള്ളതാണ് മാൽത്തസിന്റെ ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ നമ്മൾ പറയാണ് ഗ്ലട്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം എന്ന് കെയ്ൻസിന് മുമ്പേ പ്രവചിച്ച ആളാണ് മാൽത്തസ് എന്ന് പറയുന്ന ആള്. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയ്ൻസ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മാൽത്തസിന് ഈ ഒരു ഡിബേറ്റ് ജയിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കാൻ നേരത്തെ കെയ്ൻസ് തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്. റിക്കാർഡോ കോൺകേർഡ് ഇംഗ്ലണ്ട് ലൈക്ക് ദ ഹോളി ഇൻക്വിസിഷൻ കോൺകേർഡ് സ്പെയിൻ എന്നാണ് പറയുന്നത്. റിക്കാർഡോയുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിക്കാർഡോയാണ് ഏറ്റവും മൂത്ത എക്കോണമിസ്റ്റ്. ഓക്കെ, ആ സമയത്ത് ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് റിക്കാർഡോയാണ്, ഡേവിഡ് റിക്കാർഡോയുടെ ഈ പറയുന്ന കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സെയ്സ് ലോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ്,
പുള്ളിക്കാരൻ പാർലമെന്റിൽ ഒരു മെമ്പർ ആയിരുന്നു. കോൺ ലോസ് പാസ് ചെയ്യാൻ നേരത്തൊക്കെ ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കി ഇപ്പൊ വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ കെയ്ൻസിനെ എങ്ങനെ കാണുന്നോ അന്ന് ആ സമയത്ത് ഏറ്റവും വലിയ ടവറിംഗ് ഫിഗർ എന്ന് പറയുന്നത് റിക്കാർഡോയാണ്. അപ്പൊ റിക്കാർഡോ ഒരു ആർഗ്യുമെന്റ് പുട്ട് ഫോർവേഡ് ചെയ്തു, അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെ ആർക്കും എതിർക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കെയ്ൻസ് പറയുന്നത് റിക്കാർഡോ കോൺകേർഡ് ഇംഗ്ലണ്ട് ലൈക്ക് ദ ഹോളി ഇൻക്വിസിഷൻ കോൺകേർഡ് സ്പെയിൻ എന്ന് പറയുന്നത്. അതായത് ഹോളി ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക് ചർച്ച് ഒരു സമയത്ത് കാത്തലിക് ചർച്ചിന് എതിരായിട്ട് പറയുന്ന ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, തീയിലിട്ട് ചുട്ടുകരിക്കുന്ന ഒരു പരിപാടി. അതിനെയാണ് ഈ ഹോളി ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെ റിക്കാർഡോ കോൺകേർഡ് ഇംഗ്ലണ്ട് ലൈക്ക് ദ ഹോളി ഇൻക്വിസിഷൻ കോൺകേർഡ് സ്പെയിൻ എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പൊ അത്ര പവർഫുൾ ആയിരുന്നു ഈ പറയുന്ന റിക്കാർഡോ. ആരെ സപ്പോർട്ട് ചെയ്തോ അവരുടെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാൽത്തസിന് കിട്ടേണ്ട ഒരു എന്താ പറയാ ഒരു സപ്പോർട്ട് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മാൽത്തസിന് ഈ പറയുന്ന ആ ഡിബേറ്റ് ജയിക്കാനും പറ്റിയില്ല. ബാറ്റിൽ റോയൽ എന്നാണ് അവർ തമ്മിലുള്ള ഡിബേറ്റ്. ഗ്രേറ്റ് ഗ്ലഡ് കോൺട്രവേഴ്സി എന്നൊക്കെ പറയും. ഇവർ തമ്മിലുള്ള കോൺട്രവേഴ്സി, മാൽത്തസും JB സെയും തമ്മിലുള്ള കോൺട്രവേഴ്സിക്ക് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്, ബാറ്റിൽ റോയൽ അല്ലെങ്കിൽ പറഞ്ഞ ഗ്രേറ്റ് ഗ്ലഡ് കോൺട്രവേഴ്സി. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും സമകാലീനരായിരുന്നു. ഈ പറയുന്ന ഇവർ രണ്ടുപേരും വളരെ ജെന്റിൽമാൻലി ലൈക്ക് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ആർഗ്യുമെന്റ് അവസാനം ജയിച്ചത് ഈ പറയുന്ന JB സേയാണ്, ജീൻ ബാപ്റ്റിസ്റ്റ് സേയാണ്. സേയുടെ രീതിയിൽ വളരെ എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഈ ഓൺട്രപ്രണർ എന്നുള്ള വാക്കൊക്കെ കോയിൻ ചെയ്തത് JB സേയാണ്. നമ്മളിപ്പോൾ പറയുന്ന ഓൺട്രപ്രണർഷിപ്പിന്റെ ഓൺട്രപ്രണർ ഉണ്ടല്ലോ, അതൊക്കെ കോയിൻ ചെയ്തത് JB സേയാണ്. അതുപോലെ തന്നെ ഇയാള് നെപ്പോളിയനിക് വാറിനെതിരെ, നെപ്പോളിയന്റെ സമയത്തുള്ള ഒരാളായിരുന്നു JB സേ. നെപ്പോളിയന്റെ വാറിനെതിരെ ഒരുപാട് സംസാരിക്കുകയും നെപ്പോളിയൻ അതുപോലെ തന്നെ ഈ പറയുന്ന ഇയാളുടെ ബുക്കിന്റെ സെക്കൻഡ് എഡിഷൻ നിർത്തലാക്കുകയൊക്കെ ചെയ്തതാണ് ഈ JB സേയുടെ. നെപ്പോളിയൻ മെർക്കന്റലിസ്റ്റ് സ്കൂളിന്റെ ആശയക്കാരനായിരുന്നു. കോൺകർ ചെയ്യുക, ഈ പറയുന്ന ബുള്ളിയൻ മാക്സിമം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മെർക്കന്റലിസ്റ്റ് സ്കൂളിന്റെ ആശയം, നെപ്പോളിയന്റെ ആശയം, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, പക്ഷെ അതിനെതിരായിട്ട് സംസാരിച്ച ആളാണ് JB സേ. ഓക്കെ, അപ്പോൾ JB സേക്ക് എതിരായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ നെപ്പോളിയൻ ചെയ്തു. അയാളുടെ സെക്കൻഡ് എഡിഷൻ ബുക്ക് വന്നപ്പോൾ അത് ബാൻ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലട്ടിനെ കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. കെയ്ൻസിന് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ഉണ്ടായേക്കാം എന്ന് സംസാരിച്ച ആളാണ് ആര്? തോമസ് മാൽത്തസ് എന്ന് പറയുന്ന ആള്. പക്ഷെ തോമസ് മാൽത്തസിന് ഈ പറയുന്ന അത്ര ഇമ്പോർട്ടൻസ് കിട്ടിയില്ല. കിട്ടാത്തതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? റിക്കാർഡോടെ ഈ പറയുന്ന സപ്പോർട്ടാണ്. ആർക്കുള്ള സപ്പോർട്ട്? JB സേക്കുള്ള സപ്പോർട്ടും. ആ സമയത്ത് ഈ പറയുന്ന 1936 പോലെ ഈ പറയുന്ന വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതുവരെ. അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഒന്നും അന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന മാൽത്തസിന്റെ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയില്ല. കെയ്ൻസ് ഈ പറയുന്ന മാൽത്തസിനെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പേ ഈ പറയുന്ന എന്നേക്കാൾ മുമ്പ് സഞ്ചരിച്ച് ഞാൻ നടക്കാൻ പോകുന്ന വഴിയിൽ കൂടെ സഞ്ചരിച്ച ആളാണ് മാൽത്തസ് എന്ന് കെയ്ൻസ് അക്നോളജ് ചെയ്യുന്നുണ്ട് മാൽത്തസിനെ. അപ്പോൾ ബേസിക്കലി ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഈ ഫുൾ എംപ്ലോയ്മെന്റിനെ പിടിച്ചു നിൽക്കുന്ന സാധനമാണ് സെയ്സ് ലോ. 2 സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി. 3 വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പൊ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത് സെയ്സ് ലോനെ കുറിച്ചാണ്. അപ്പോൾ സെയ്സ് ലോനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്. നിങ്ങളൊരു സാധനം ക്രിയേറ്റ് ചെയ്തു, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദ ആക്ട് ഓഫ് സപ്ലൈയിങ് സംതിങ് വിൽ ക്രിയേറ്റ് ഇക്വലന്റ് ഡിമാൻഡ് ഫോർ സംതിങ് എൽസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടി. ഈ 1000 രൂപ നിങ്ങൾ പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങളൊരു സാധനം ഡിമാൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ സപ്ലൈ ചെയ്തപ്പോഴാണ് ഈ 1000 രൂപ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ 1000 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യും. ഇനി നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ആ സാധനം സേവ് ചെയ്തു എന്നുള്ളതാണ്. ഡിമാൻഡ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ 500 രൂപയ്ക്ക് നിങ്ങൾ ഡിമാൻഡ് ചെയ്തോളൂ, ബാക്കി 500 രൂപ നിങ്ങൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു. സേവിങ് എന്ന് പറയുന്നത് എന്തായി? ഇൻവെസ്റ്റ്മെന്റ് ആയി. സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ആവാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? ആ 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഉണ്ടായി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഓട്ടോമാറ്റിക്കലി 500 രൂപയുടെ ഒരു ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ എക്കോണമിയിൽ അത് എന്തായിട്ട് മാറി? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറി. ആ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുമെന്ന് ഉറപ്പായിട്ടും പറയുന്നത് ആരാ? ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഈ ഒരു ജനറൽ ഓവർവ്യൂ ഒക്കെ ആണല്ലോ. ഇനി
ഇനി അടുത്ത കാര്യം പറയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മണിക്ക് എന്ത് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ? ട്രാൻസാക്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രാൻസാക്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശയമാണ് ക്വാണ്ടിറ്റി തിയറി എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്സ് ലോനെ, അതായത് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആശയം, ഫുൾ എംപ്ലോയ്മെന്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന സെയ്സ് ലോ, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലേ? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഇനി സെയ്സ് ലോ വർക്ക് ചെയ്യും, ബാർട്ടർ എക്കോണമിയിലും വർക്ക് ചെയ്യും, മണി എക്കോണമിയിലും വർക്ക് ചെയ്യും. ഒരു പ്രശ്നവും ഇല്ല, ആസ് ലോങ് ആസ് നിങ്ങൾ മണി ഹോർഡ് ചെയ്യരുത്. ഇനി ഹോർഡ് ചെയ്താലും എന്താണ് കുഴപ്പമില്ല, അത് എന്തായിട്ട് മാറും? സേവിങ് ആയിട്ട് മാറും. സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. മണിക്ക് എന്ത് പർപ്പസ് മാത്രമേ ഉള്ളൂ? ട്രാൻസാക്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്ന ആശയം പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. എം വി ഇസ് ഈക്വൽ ടു പി വൈ. എം എന്ന് പറയുന്നത് മണി സപ്ലൈ, വി എന്ന് പറയുന്നത് വെലോസിറ്റി, പി എന്ന് പറയുന്നത് പ്രൈസ്, വൈ എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട്. ഇവിടെ വേറെ ഹോർഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് പേർപ്പസിന് വേണ്ടി പറയുന്ന പണം ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നില്ല. ക്വാണ്ടിറ്റി തിയറിയിൽ പറയുന്ന മണിയുടെ ഉപയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂളിലെ മണിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവ് മാത്രമാണ്. പക്ഷെ കെയ്ൻസിന് എന്തൊക്കെ മോട്ടീവ് ഉണ്ട്? ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, ഇതിനിടയ്ക്ക് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്ന 3 മോട്ടീവ്സ് ഉണ്ട്. ഇതിന്റെ കെയ്ൻസിന്റെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്ന ഐഡിയ ആണ്. ഓക്കെ, സ്പെക്കുലേറ്റീവ് മോട്ടീവിന്റെ കീഴിലാണ് പുള്ളിക്കാരൻ എന്ത് ഐഡിയ കൊണ്ടുവരുന്നത്? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്ട്രീംലി ലോ ആയിരിക്കും. ഈ പറയുന്ന ബോണ്ട് പ്രൈസസ് എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. അപ്പൊ ബോണ്ട് വിറ്റിട്ട് ആൾക്കാർ ഈ പറയുന്ന പൈസ കയ്യില് ഹോർഡ് ചെയ്യും. അതായത് ഈ എക്സ്ട്രീംലി ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് മാറുമോ? ഇല്ല. ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? സ്റ്റാഗ്നേറ്റ് ചെയ്യും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ നിന്ന് മാറില്ല, ഫ്ലെക്സിബിൾ അല്ല. ഒരു പെർട്ടിക്കുലർ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന സാധനം പിന്നെ അനങ്ങില്ല. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നമ്മൾ പക്ഷെ ഇവരെന്താ പറയുന്നത്? ക്ലാസിക്കൽസ് എന്താ പറയുന്നത്? സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഇക്വാളിറ്റിയിൽ എത്തും. കാരണം എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ കെയ്ൻസ് ഒരു മൂന്നാമത്തെ പർപ്പസ് കൊണ്ടുവരികയാണ് മണിക്ക്. എന്ത് മോട്ടീവ്? സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവിന്റെ അകത്ത് കെയ്ൻസ് വേറൊരു സാധനം ആഡ് ചെയ്യാണ്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഐഡിയ ആഡ് ചെയ്യാണ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ള വേർഡ് കൊണ്ടുവന്നത് കെയ്ൻസ് അല്ല കേട്ടോ. അതാരാ? പഴയ ആൾക്കാര്. DH റോബർട്ട്സൺ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ള ഐഡിയ പേര് കൊണ്ടുവരുന്നത്. ആ നെയിം ക്വസ്റ്റ്യൻ ചെയ്തത് DH റോബർട്ട്സൺ ആണ്. ഞാൻ പറയുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്, അവിടെ നിന്ന് മാറുന്നില്ല, അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇതൊക്കെ വീണ്ടും പഠിക്കും. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൾക്കാർ ഹോൾഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മാറില്ല. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ആവുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 500 രൂപയുടെ ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ച് എക്കോണമിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുമോ? ഇല്ല. അപ്പൊ 500 രൂപയ്ക്ക് ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ഉണ്ടായോ? ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് സപ്ലൈ ഉണ്ടായെന്നല്ലേ? അപ്പൊ എക്കോണമിയിൽ ടോട്ടൽ എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജനറൽ ഗ്ലട്ടൺ എന്ന് പറയാം. മനസ്സിലായോ? ഞാൻ ഈ ഒരു ജനറൽ ഓവർവ്യൂ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ജസ്റ്റ് ആ ഒരു ബ്ലോക്കിനെ ഞാൻ ഈ പറഞ്ഞൊന്ന് ഡിസ്ട്രോയ് ചെയ്ത് കാണിച്ചതാണ്. അതായത് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെങ്കിൽ, അതായത് ഹോർഡ് ചെയ്ത് ഈ പറയുന്ന ഹോർഡ് ചെയ്താലും ഈ പറയുന്ന നമ്മൾ പറഞ്ഞു സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി ഉണ്ടാവും. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആണെന്ന് നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ കെയ്ൻസ് പറയുന്നത് മണിക്ക് ഈ പറയുന്ന ഒരു സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ, സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെക്കുലേറ്റീവ് മോട്ടീവും കൂടെയും, പൈസ വെറുതെ അല്ല, പൈസ ചില സമയത്ത് ഈ പറഞ്ഞ ഒരു സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വേണ്ടി ഉപയോഗിക്കാം. ക്ലാസിക്കൽസ് പറയുന്നത് എന്താ? ട്രാൻസാക്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പൈസ ഈ പറയുന്ന കട്ടലിന്റെ തലോണയുടെ അടിയിൽ വെക്കില്ല.
ഓക്കെ, നിങ്ങൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന അത് ബാങ്കിൽ കൊണ്ടിടും. ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. കാരണം സേവിങ് വിൽ ബി ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി. പക്ഷെ കെയ്ൻസ് പറയാണ് 3 മോട്ടീവ് ഉണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ് ക്ലാസിക്കൽസ് പറഞ്ഞ പോലെ തന്നെ, പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവിന്റെ അത് കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാപ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആവുമ്പോഴാണ് ഈ സംഭവം സംഭവിക്കുന്നത് ബേസിക്കലി. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ലോ ആവാൻ നേരത്ത് ആൾക്കാർ കയ്യിൽ പൈസ ഹോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ല. തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ പേടിയാവും ബേസിക്കലി മൊത്തത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ അവരത് ഹോർഡ് ചെയ്ത് കയ്യിൽ വെക്കും. ഓക്കെ, ഹോർഡ് ചെയ്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? സേവിങ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുമോ? ഇല്ല. ഇല്ല. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെ അനങ്ങോ കെയ്ൻസിനെ സംബന്ധിച്ച്? ഇല്ല. കെയ്ൻസ് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സാധനത്തിനാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ക്ലാസിക്കൽസിന്റെ ആർഗ്യുമെന്റ് എന്താ? ക്ലാസിക്കൽസ് പറയുന്നു സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആയിക്കോളും എപ്പോഴും. എന്ത് മാറുന്നത് വഴി? ഇൻട്രസ്റ്റ് റേറ്റ് മാറും. പക്ഷേ കെയ്ൻസ് പറയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സേവിങ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നില്ല. ഇനി അതൊരു ആർഗ്യുമെന്റ്. രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ്, ഒരുപാട് ആർഗ്യുമെന്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒരു റിസഷണറി സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള താല്പര്യം എന്തായിരിക്കും ആൾക്കാരുടെ, ഒരു ബിസിനസ്സുകാരന്റെ? കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും കോവിഡിന്റെ സമയത്ത് കൂടെ കയറി പോയതാണ്. ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ, ഇപ്പം ഒരുപാട് ഈ പറയുന്ന സ്റ്റോക്ക് ഇടിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമായിരുന്നോ? നാളെ ഭൂമി ഉണ്ടോ ഇല്ലയോ പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് മേടിച്ചിടാൻ പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങുമോ? ഇല്ല. റിസഷണറി കണ്ടീഷനിൽ നമ്മളുടെ ആനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള നമ്മളുടെ താല്പര്യം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞാലും സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. കാരണം പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ നമുക്ക്. ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, ഈ കാലാവസ്ഥയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, റിസഷണറി സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പോഴാണ് കെയ്ൻസ് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല, പകരം ആര് നടത്തണം? ഗവൺമെന്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആവില്ല എന്ന് മാത്രമല്ല, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആയാലും ചിലപ്പോൾ ആ സമയത്ത് സേവിങ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം ആ സമയത്ത് ആനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അതായത് എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സ്, MEC എന്നൊക്കെ നമ്മൾ പറയും. അതെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന സാധനം വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ടാണ് കെയ്ൻസ് പറയുന്നത് നിങ്ങൾ ഗവൺമെന്റ് ആയിട്ട് ഈ പറഞ്ഞ ആ സമയത്ത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവന്നോളണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം കൂടെ ഒരേ സമയത്ത് അങ്ങ് ഇട്ട് തരുമല്ല, ഞാൻ ജനറൽ ഒരു ഓവർവ്യൂ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം, ആ ഫുൾ എംപ്ലോയ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സെയ്സ് ലോ, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഇനി സെയ്സ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ആശയമാണ്. ഒരു സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാർട്ടർ എക്കോണമിയിലായിക്കോട്ടെ മണി എക്കോണമിയിലായിക്കോട്ടെ ഓട്ടോമാറ്റിക്കലി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അർത്ഥം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്ലൈ ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ നടന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് കൺസംഷന് വേണ്ടി അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ എങ്കിൽ അതിനർത്ഥം എന്തെന്നാ, നിങ്ങളത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സപ്ലൈ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് അത് എന്തിന് ബാർട്ടർ എക്കോണമിയിലാണെങ്കിൽ ആ സപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പഴം കൊടുത്തിട്ട് ഈ പറയുന്ന ചിലപ്പോൾ ചക്ക മേടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ മേടിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ടിനുള്ള ഒരു ഡിമാൻഡ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? ഇല്ലേ? അതുകൊണ്ടാണ് ഈ പറയുന്ന പറയുന്നത് സപ്ലൈ വിൽ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് ബാർട്ടർ എക്കോണമിയിലും വർക്ക് ചെയ്യും, മണി എക്കോണമിയിലും വർക്ക് ചെയ്യും. മണി എക്കോണമിയിൽ വർക്ക് ചെയ്യും എന്ന് പറയാൻ കാരണം എന്താ? മണിയുടെ പർപ്പസ് എന്ത് മാത്രമേ ഉള്ളൂ?
ട്രാൻസാക്ഷൻ ഡിപെൻഡ്. ട്രാൻസാക്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ഐഡിയ എന്താ? MV ഈക്വൽ ടു PY. ഓക്കെ, മണിക്ക് വേറെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാവേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് MV ഈക്വൽ ടു PY എന്നുള്ളത്, അല്ലെങ്കിൽ PT. മണിയുടെ ഒറ്റ പർപ്പസേ ഉള്ളൂ. ഇറ്റ് ഇസ് എ വെയിൽ ബിഹൈൻഡ് വിച്ച് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ്. ഇപ്പോൾ ഒരു പ്രതിമയുടെ മുകളിൽ നിങ്ങൾ ഒരു വെയിൽ ഇട്ടു. ഒരു വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മൂടുപടം. അങ്ങനെയാണെങ്കിൽ ആ പ്രതിമയുടെ ഈ പറയുന്ന സ്ട്രക്ചറിന് മാറ്റം വരുമോ? ഇല്ല. സെയിം സ്ട്രക്ചർ തന്നെയല്ലേ? നിങ്ങൾ ആ പ്രതിമയുടെ വെയിലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ, അത് ആ മൂടുപടം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പ്രതിമയുടെ ഈ പറയുന്ന സൈസിന് വ്യത്യാസം വരുമോ, ഷേപ്പിന് വ്യത്യാസം വരുമോ ചെയ്യുമോ? ഇല്ല. ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മണി. മനസ്സിലായോ? മണി എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഈ പറയുന്ന, നിങ്ങൾ എനിക്ക് പൈസ തന്നുകൊണ്ടാണ്, പക്ഷെ ആ പൈസ അല്ല, പൈസേനെ ഉണ്ടാക്കിയ സാധനമാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുത്തുന്നത്, നിങ്ങളുടെ ഫിസിക്കൽ എക്സേർഷൻ. അതുവഴി നിങ്ങൾക്ക് കിട്ടിയത് പണമാണ്. ആ പണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ എക്സേർഷൻ നേരിട്ട് എനിക്ക് തരാൻ പറ്റില്ല. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള, എനിക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ മാറ്റി. എന്താണ്? മണി. ആ മണിയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പൊ മണിക്ക് എന്ന് പറയുന്ന ഒറ്റ പർപ്പസേ ഉള്ളൂ, എക്സ്ചേഞ്ച് പർപ്പസ് എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് മണി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളത് ഹോർഡ് ചെയ്യില്ല, നിങ്ങളത് പൂഴ്ത്തി വെക്കില്ല. പൂഴ്ത്തി വെച്ചാൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ദിവസം കൊണ്ടുപോയി ബാങ്കിലിടും. ബാങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവിങ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുമെന്ന് ഉറപ്പ് വരുത്തുന്ന സാധനം എന്താ? ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ സേവിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ലീക്കേജ് ഉണ്ടായി എന്നുള്ളതാണ്. ആ ലീക്കേജ് പക്ഷേ തിരിച്ച് എന്തായിട്ട് വരും? റീ ഇഞ്ചക്ട് ചെയ്യപ്പെടും. റീ ഇഞ്ചക്ട് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. സേവിങ് എന്ന് പറയുന്നത് ഒരു ലീക്കേജ് ആണെങ്കിൽ അതിനെ റീ ഇഞ്ചക്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ഓക്കെ ആണോ? അത് ഉറപ്പുവരുത്തുന്ന ആരാ? ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി. ഇത്ര ഓക്കെയാണോ നിങ്ങൾക്ക്? ഇനി ഒരു കാര്യം കൂടെ, സെയിൽസ് ലോനെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും സെയിൽസ് ലോയിലേക്ക് വരികയാണ്. സെയിൽസ് ലോ പറയുന്നത് സെക്ടറൽ ഗ്ലട്ട് ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഓക്കെ, ടെമ്പററി ആയിട്ടുള്ള ഗ്ലട്ടുകൾ ഉണ്ടാവാം, സെക്ടറൽ ആയിട്ടുള്ള ഗ്ലട്ടുകൾ ഉണ്ടാവാം. പക്ഷെ അത് ആര് കറക്റ്റ് ചെയ്തോളും? ബേസിക്കലി മാർക്കറ്റ് കറക്റ്റ് ചെയ്തോളും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അതായത് ഒരു ഏരിയയിൽ എക്സസ് സപ്ലൈ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൈസിന് എന്ത് സംഭവിക്കും? പ്രൈസ് ഫോളോ ചെയ്യും. കാരണം എന്താ? നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? വേജസും പ്രൈസസും ഫ്ലെക്സിബിൾ ആണ്. നമ്മളുടെ മൂന്നാമത്തെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ എന്താ നമ്മൾ വിചാരിച്ചേ? വേജസ് ആൻഡ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ. അപ്പൊ ടെമ്പററി ആയിട്ട് ഒരു ഗ്ലട്ട് ഉണ്ടായെന്ന് വിചാരിക്കുക. സെക്ടറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഗ്ലട്ട് ഉണ്ടായി. ഓക്കെ, അപ്പൊ എക്സസ് സപ്ലൈ ഉണ്ടായി ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ. ഓക്കെ, ഷൂ മാർക്കറ്റിൽ ഈ പറയുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു എക്സസ് സപ്ലൈ ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഷൂവിന്റെ വിലക്ക് എന്ത് സംഭവിച്ചു? കുറഞ്ഞു. ഷൂവിന്റെ വിലക്ക് കുറയാൻ നേരത്തെ ഈ പറയുന്ന അവിടുത്തെ വേജസിന് എന്ത് സംഭവിക്കും? അവിടെ നിൽക്കുന്ന ലേബറേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ നിൽക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ആൻഡ് ലേബർ, അവരുടെ റിവാർഡിന് എന്ത് സംഭവിക്കും? കുറയും. റിവാർഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വേജും കുറയുമല്ലോ. കാരണം നമ്മൾ എന്താ? വേജസും ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ റിവാർഡ് കുറഞ്ഞെങ്കിൽ ഈ ആൾക്കാർ, ഷൂ ഫാക്ടറിയിൽ നിൽക്കുന്ന ഈ ആൾക്കാർ അവിടെ തന്നെ നിൽക്കുവോ? ഇല്ല. അവരെ ഈ പറയുന്ന എക്കോണമിയിൽ എവിടെയാണോ സപ്ലൈ കുറവുള്ള ഒരു ഏരിയ, അതായത് ചില ഗുഡ്സിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. ഇപ്പൊ മീൻ പിടുത്തം അല്ലെങ്കിൽ മീനിന്റെ സപ്ലൈ കുറവാണെന്ന് വിചാരിക്കുക. അവർ ചിലപ്പോൾ ഈ ഫാക്ടേഴ്സ് എങ്ങോട്ട് പോകും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചിലപ്പോൾ മീൻ പിടുത്തത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഈ പറയുന്ന പഴത്തിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും കുറവെന്ന് പറയുന്നത്. അപ്പൊ അവർ ആ ഏരിയയിലേക്ക് പോകും. അപ്പൊ അവിടുത്തെ സപ്ലൈക്ക് എന്ത് സംഭവിക്കും? ഓൾറെഡി കുറഞ്ഞ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഇവിടെ സപ്ലൈ കുറവാണെങ്കിൽ ഇവിടുത്തെ ഫാക്ടർ റിവാർഡ്സ് എങ്ങനെയായിരിക്കും? ആലോചിച്ച് പറ. അതായത് ഒരു ഏരിയയില് ഷൂവിന്റെ ഈ പറയുന്ന ഏരിയയില് എക്സസ് സപ്ലൈ ഉണ്ട്. ഓക്കെ, എക്സസ് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പ്രൈസ് കുറവാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റിവാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും.
വേജും റെന്റലും, അതായത് ലേബറും ക്യാപിറ്റലും ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവരുടെ റിവാർഡ്സ് ആണ് വേജും, ക്യാപിറ്റലിന്റെ റിട്ടേൺ ആണ് റെന്റൽ എന്ന് പറയുന്നത്. അത് കുറവായിരിക്കും. ഇനി ഇത് ടെമ്പററി ആയിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരിടത്ത് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു മിസ് അലോക്കേഷനെ സംഭവിക്കുള്ളൂ. ഒരിടത്ത് എക്സസ് സപ്ലൈ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മറ്റൊരിടത്ത് എക്സസ് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പൊട്ടറ്റോയുടെ കേസിൽ, പൊട്ടറ്റോ പ്രൊഡക്ഷന്റെ കേസിൽ ഇവിടെ എക്സസ് സപ്ലൈ ആണെങ്കിൽ മറ്റൊരിടത്ത് എന്തായിരിക്കും? എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും. എക്സസ് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസ് എങ്ങനെ ആയിരിക്കും? എക്സസ് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസ് എങ്ങനെയാ കുറയുന്നത്? പ്രൈസ് കൂടുതലായിരിക്കും. പ്രൈസ് കൂടുതലാണെങ്കിൽ അവിടെ നിൽക്കുന്ന ക്യാപിറ്റലിനും ലേബറിന്റെയും റിവാർഡ്സ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഈ ചങ്ങാതിമാര് ഇവിടെ നിൽക്കുന്ന കുറവ് റിവാർഡ്സ് ഉള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങോട്ട് മാറും? പൊട്ടറ്റോയുടെ പ്രൊഡക്ഷനിലേക്ക്. പൊട്ടറ്റോയുടെ പ്രൊഡക്ഷനിലേക്ക് പോകാൻ നേരത്ത് പൊട്ടറ്റോയുടെ ഈ പറയുന്ന സപ്ലൈക്ക് എന്ത് സംഭവിക്കും? സപ്ലൈ കൂടും. ഇവിടത്തെ ആൾക്കാർ, അതായത് ഈ ഏരിയയിലെ ആൾക്കാർ, എക്സസ് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടറ്റോയുടെ അടുത്ത് പോകാൻ നേരത്ത് ഇവിടത്തെ എക്സസ് സപ്ലൈക്ക് എന്ത് സംഭവിക്കും? കുറയും. എക്സസ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നോർമൽ സപ്ലൈ, ഇക്വിലിബ്രിയം സപ്ലൈയിലേക്ക് വരും. അപ്പൊ ഇവിടെ സപ്ലൈ കുറയും, ഇവിടെ എന്ത് സംഭവിക്കും? സപ്ലൈ കൂടും. അതായത് ഷൂവിന്റെ കേസില് സപ്ലൈ എന്ന് പറയുന്നത് കുറയും, പൊട്ടറ്റോയുടെ കേസില് സപ്ലൈ എന്ന് പറയുന്നത് കൂടും. അപ്പൊ രണ്ടും എങ്ങനെയാവും? മാർക്കറ്റിലെ അവസാനം ഇക്വിലിബ്രിയം. എല്ലാ മാർക്കറ്റും ഈ പറയുന്ന ഇക്വിലിബ്രിയത്തിലേക്ക് വരും. ടെമ്പററി ആയിട്ടുള്ള ഗ്ലട്ട് ഉണ്ടാവാം, സെക്ടറൽ ഗ്ലട്ട് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു സ്ട്രോങ് വേർഷൻ ഉണ്ട്, വീക്ക് വേർഷൻ ഉണ്ട്, സെയിസ് ഐഡന്റിറ്റി ഉണ്ട്, സെയിസ് ഇക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. സെയിസ് ഐഡന്റിറ്റി പറയുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല എന്ന് പറയും. സെയിസ് ഇക്വാളിറ്റി പറയും ടെമ്പററി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് മാർക്കറ്റ് കറക്റ്റ് ചെയ്തോളും എന്നുള്ളതാണ് സെയിസ് ഇക്വാളിറ്റി പറയുന്നത്. സെയിസ് ഐഡന്റിറ്റി പറയുന്നത് ഇതാണ്: ഒരിക്കലും ഒരു ടെമ്പററി ആയിട്ടുള്ള പ്രശ്നം പോലും ഉണ്ടാവില്ല. കാരണം മണിക്ക് ഒറ്റ പർപ്പസേ ഉള്ളൂ. ഹോർഡിംഗ് എന്ന് പറയുന്ന ഒരു പർപ്പസേ ഇല്ല. ഈ പറയുന്ന അത് ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ വെയിൽ ബിഹൈൻഡ് വിച്ച് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ്. അത്രമാത്രം. അതിന് ഈ പറയുന്ന വേറൊരു സാധനം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. മണിക്ക് ഈ പറയുന്ന മണി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഒരു പ്രതിമയുടെ മുകളിൽ ഈ പറയുന്ന ഞാനൊരു തുണി ഇടുകയാണ്. ആ തുണി ഇടാൻ നേരത്ത് ആ തുണി കാരണം, ഓക്കെ, തുണി ഇട്ടു, തുണി ഞാൻ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ ആ പ്രതിമയ്ക്ക് എന്തെങ്കിലും സൈസിനോ ഷേപ്പിനോ എന്തെങ്കിലും വ്യത്യാസം വന്നോ? പ്രതിമയുടെ മുഖത്തിനോ കൈക്കോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മണിയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. മണി എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടി, ബാർട്ടർ എക്കോണമിയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മണി ഉള്ളത്. മണിക്ക് അത് മാത്രമാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈ പറയുന്ന അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ക്ലാസിക്കൽസ് കൊടുക്കുന്നില്ല. ഓക്കെ, അതിനർത്ഥം പ്രതിമയുടെ ഈ പറയുന്ന മുഖത്തിനോ ഈ പറയുന്ന കൈക്കോ വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ അതേ എക്സാമ്പിള് എക്കോണമിയിലേക്ക് ഇട്ട് നോക്കിയേ. മണി എന്ന് പറയുന്നത് ഇവിടെ എന്താ? വെയിലാണ്. ആ മൂടുപടമാണ് മണി എന്ന് പറയുന്നത്. നിങ്ങൾ എക്കോണമിയിലേക്ക് മണി കുറെ ഇഞ്ചക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എക്കോണമി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രതിമ. ആ എക്കോണമിക്ക് എന്തെങ്കിലും സൈസിന് വ്യത്യാസം വരുമോ? മണി ന്യൂട്രൽ ആണ്. മണിക്ക് ഈ പറയുന്ന റിയൽ സെക്ടറിനെ, എക്കോണമി എന്ന് പറയുന്നത് റിയൽ സെക്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന GDP-നെയോ എംപ്ലോയ്മെന്റിനെയോ മാറ്റാൻ കഴിയില്ല. ആ പ്രതിമയുടെ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ പ്രതിമയുടെ മുകളിൽ ഞാനൊരു കർട്ടൺ ഇട്ടു. ആ കർട്ടൺ ഇട്ടുകൊണ്ട് പ്രതിമയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ഒരു വെയിൽ മാത്രമാണ്, ഒരു ക്ലോത്ത് മാത്രമാണ് അതിന് മുമ്പിലുള്ള. ആ ക്ലോത്ത് എടുത്ത് മാറ്റി പ്രതിമ അങ്ങനെ തന്നെയുണ്ട്. സൈസിനോ ഷേപ്പിനോ അതിന്റെ സ്ട്രക്ചറിനോ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. എക്കോണമി അതുപോലെ തന്നെ. എക്കോണമിയുടെ മുകളിലിടുന്ന അതിന്റെ ട്രാൻസാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഇടുന്ന ഒരു സാധനം മാത്രമാണ് മണി എന്ന് പറയുന്നത്. ആ മണി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആ സാധനത്തിന്, എക്കോണമി എന്ന് പറയുന്ന സാധനം, എക്കോണമിയുടെ ഔട്ട്പുട്ട്, എക്കോണമിയുടെ എംപ്ലോയ്മെന്റ്, ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? എന്ന് പറയുന്ന സാധനം ഈ സൈസിനെ, എക്കോണമിയുടെ സൈസിനെ മാറ്റുന്നുണ്ടോ? ഇല്ല. ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ബേസിക്കലി നമ്മൾ മണി ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ മണി കൊണ്ട്, മണി എന്ന് പറയുന്നത് നോമിനൽ വേരിയബിളിനെ, റിയൽ വേരിയബിൾ എന്ന് പറയുന്നത് എക്കോണമിയുടെ ഔട്ട്പുട്ട്, എക്കോണമിയുടെ എംപ്ലോയ്മെന്റ്, ഈ സാധനങ്ങളെ ഈ പറയുന്ന വ്യത്യാസം വരുത്താൻ മണിക്ക് ശക്തിയില്ല. മണി എന്ന് പറയുന്ന ഒരു വെയിൽ മാത്രമാണ്. അതിന്റെ പിന്നിൽ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ഈ പറയുന്ന മണി ഉപയോഗിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ആർഗ്യുമെന്റ് കൊണ്ടുവരാം. ഓക്കെ, അത് വേറൊരു സൈഡാണ്, അത് കെയ്നീഷ്യൻ സൈഡാണ്. പക്ഷെ ക്ലാസിക്കൽസിന്റെ ആർഗ്യുമെന്റ് ഇതാണ്. ഓക്കെ ആണോ? ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു സാധനം? Yes, sir. sir. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഐഡിയ ഇതിനെ താങ്ങി നിർത്തുന്ന, ഈ സൂപ്പർ സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്ന സെയ്സ് ലോ, Sales law. സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി, Wage price law. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഈ സൂപ്പർ സ്ട്രക്ചറിനെ താങ്ങി നിർത്താൻ ഇത്രയും സാധനങ്ങൾ വേണം. സെയ്സ് ലോ എന്ന് പറയുന്നത് വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാർട്ടർ എക്കോണമിയിലും വർക്ക് ചെയ്യും, മണി എക്കോണമിയിലും വർക്ക് ചെയ്യും. കാരണം മണി ഇൻട്രൊഡ്യൂസ് ചെയ്താലും മണിക്ക് ഒരൊറ്റ പർപ്പസേ ഉള്ളൂ, എന്താണ്? Transaction. ട്രാൻസാക്ഷൻ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ലാസിക്കൽസ് കൊണ്ടുവരുന്ന ഐഡിയ ആണ് MV/PY. സേവിങ് എപ്പോഴും ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. സേവിങ് എന്ന് പറയുന്നത് ഒരു ലീക്കേജ് ആണ്. നിങ്ങൾ പൈസ കൺസംഷന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം വേറൊരു ഫംഗ്ഷനും ക്ലാസിക്കൽ സ്കൂളിന് മണിക്കില്ല. അത് ഏത് സ്കൂളിലേ ഉള്ളൂ? കെയ്നീഷ്യൻ സ്കൂളിലേ ഉള്ളൂ. കാരണം കെയ്ൻസിന്റെ വളരെ കുറച്ച് ഇന്നോവേറ്റീവ് ഐഡിയ ഉള്ളൂ എന്നാണ് നാരായണ സാർ പറയാറുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഐഡിയ. അത് മാത്രമേ കെയ്ൻസിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ഈ പറഞ്ഞ കടമെടുത്ത ഐഡിയാസ് ആണെന്നാണ് സാർ പറയാറുള്ളത്. ശരിയാണ്. ഗ്ലട്ട് ഉണ്ടാവും എന്നുള്ളത് മാൽത്തസ് പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇംഗത്തിനെ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് കെയ്ൻസ് അല്ല, നട്ട്വിക്സൽ ആണ് നേരത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കെയ്ൻസ് അത് അക്നോളജ് ചെയ്യുന്നുണ്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. കെയ്ൻസിന് ആകെ ഈ പറയുന്ന വളരെ കുറച്ച് എന്താ പറയുക, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസേ ഉള്ളൂ. അതിൻ്റെ ഒരെണ്ണമാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് കെയ്ൻസിന്റെ ഐഡിയ ആണ്. അത് എന്താ പറയുക, ചില സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആവില്ല എക്സ്ട്രീം സർക്കംസ്റ്റാൻസസിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സേവിങ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ക്ലാസിക്കൽസ് പറയുന്നത് സേവിങ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആണ് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി. വേജസും പ്രൈസസും ഫ്ലെക്സിബിൾ ആവും. അത് നമ്മൾ അവസാനം കാണിച്ചു. ഒരിടത്തോ എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ പ്രൈസ് കുറയും. പ്രൈസ് കുറഞ്ഞിട്ട് വേജ് കുറയും. വേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സസ് ഡിമാൻഡ് ഉള്ള ഏതെങ്കിലും ഒരു സെക്ടറിലേക്ക് പോകും. അതിനർത്ഥം സേ പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള സെക്ടറൽ ഗ്ലട്ട് ഉണ്ടായേക്കാം, പക്ഷെ ജനറൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അയാളെ പ്രതിരോധിക്കാനും ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറയുന്നത് റിക്കാർഡോ അതിനെ സപ്പോർട്ട് ചെയ്തു. റിക്കാർഡോ കോൺഗേർഡ് ഇംഗ്ലണ്ട് ലൈക്ക് ദ ഹോളി ഇൻക്വിസിഷൻ കോൺഗേർഡ് സ്പെയിൻ. അത്ര ശക്തനായിരുന്നു. അയാൾക്കെതിരെ സംസാരിക്കാൻ പോലും ഈ പറയുന്ന ആരും ആ സമയത്ത് തയ്യാറായില്ല. കെയ്ൻസിന് അത് സാധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം ദ സിമ്പിൾ ഇന്നസെന്റ് സെന്റൻസ് ദാറ്റ് ഓൾ ദ ഫ്യൂറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് കെയ്ൻസ് അറ്റാക്ക് ചെയ്യാണ് ആ സിമ്പിൾ സെന്റൻസിനെ. അതാണ് കെയ്ൻസിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സെയ്സ് ലോനെയാണ് ഈ പറയുന്ന അറ്റാക്ക് ചെയ്യുന്നത്. സപ്ലൈ എപ്പോഴും ഈ പറയുന്ന ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും എക്കോണമിയിൽ ഇത് സംഭവിക്കണമെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, ആ ഫ്യൂററിന് സ്റ്റാർട്ട് ചെയ്യുന്നത് കെയ്ൻസ് ആണ്. അത്രയും നാളും ആർക്കും സാധിച്ചില്ല. കാരണം അത്രയും നാളെ എൻവിറോൺമെന്റ് അങ്ങനെയായിരുന്നു. 1936 പോലെ ഒരു ഡിപ്രഷൻ അന്ന് വരെ ലോകം കണ്ടിട്ടില്ല. അന്ന് വരെ അപ്പോഴത്തെ ആ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെയ്സ് ലോ ആണ്. സപ്ലൈ ഉണ്ട്, ഈ പറയുന്ന ഓട്ടോമാറ്റിക്കലി അത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. നിങ്ങൾ ഇടപെടേണ്ട അനാവശ്യമായിട്ട്. നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ കൊളാവും എന്നുള്ളതാണ് സേ പറയുന്നത്. ചില സമയത്ത് നമുക്കും തോന്നാറുണ്ട്. ഞാനത് എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില സമയത്ത് ഈ 4 കൂടിയ ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ട്രാഫിക് കൂടുതലായിരിക്കും ചില സമയത്ത്. അയാൾ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആൾക്കാരെ കുത്തിക്കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോളും. തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തോന്നിയിട്ടില്ല? അപ്പൊ അതിനർത്ഥം ഒരാൾ അവിടെ ആവശ്യമില്ല. എല്ലാവരും അവരവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ നേരത്ത് എക്കോണമിയുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യപ്പെടുന്നതാണ് സ്മിത്തിന്റെ ആർഗ്യുമെന്റ്. ക്ലാസിക്കൽ സ്കൂളിന്റെ ജനറൽ ആയിട്ട് അനാവശ്യമായിട്ട് നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കൊളാവുകയുള്ളൂ. പക്ഷെ കെയ്ൻസ് പറയുന്നത് അങ്ങനല്ല, നിങ്ങൾ ഇടപെടണം. അതായത് ഈ പറയുന്ന എക്കോണമി എപ്പോഴും ഈ പറയുന്ന ഫുൾ എംപ്ലോയ്മെന്റിൽ നിൽക്കില്ല, അണ്ടർ എംപ്ലോയ്മെന്റിലേക്ക് പോയേക്കാം. ആ സമയത്ത് നിങ്ങൾ ഇടപെടണം. മാർക്കറ്റിലേക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ഇടപെട്ടോളണം ആ സമയത്ത് എന്നുള്ളതാണ് കെയ്ൻസിന്റെ ആർഗ്യുമെന്റ്. ഓക്കെ ആണോ?
ഇനി നമ്മൾ ഓരോന്നായിട്ട് വീണ്ടും സെയ്സ് ലോ എന്താണ്, സെയ്സ് ലോയുടെ സെയ്സ് ഐഡന്റിറ്റി എന്താണ്, സെയ്സ് ഇക്വാളിറ്റി എന്താണ്, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അതിനെ ഫ്ലെക്സിബിൾ ആക്കുന്നത്, എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എന്താണ് സംഭവിക്കുന്നത്, വേജ് പ്രൈസസ് എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആകുന്നത്, അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിലും ഇത് കിട്ടിയില്ലെങ്കിൽ കിട്ടൂല എന്ന് പറയുന്നതാണ് ആർഗ്യുമെന്റ്. ഈ മൈക്രോ പോലെയല്ല. മൈക്രോയിൽ നമുക്ക് ഇതിങ്ങനെ വീണ്ടും വീണ്ടും വായിച്ച് ഇത് ആ ബിഗ്ഗർ പിക്ചർ കിട്ടണം. നിങ്ങൾക്ക് ആ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഇട്ട പോലെയാണ്. പിന്നെ എല്ലാം അതിൻ്റെ അകത്തേക്ക് തന്നെ വന്ന് വീണോളും. ആ ബിഗ്ഗർ പിക്ചർ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മൈക്രോ പഠിക്കുന്ന പോലെ തന്നെ മാക്രോ പഠിക്കേണ്ടി വരും. സെയ്സ് ലോ എന്താണ്, പക്ഷെ ഇതിൻ്റെയൊക്കെ എവിടെ ഈ പീസ് കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ആൾക്കാർ പറഞ്ഞു തരുമില്ല. പഠിപ്പിക്കാൻ നേരത്തെ സെയ്സ് ലോ എന്താണെന്ന് പറയും, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ ഇതൊക്കെ ഓരോ പസിലിന്റെ ഒരു പീസസ് ആണ്. ഈ പീസസ് എവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പീസസ് എന്ന് പറയുന്നത്, ഇതിനൊക്കെ വേണ്ടിയാണ് ഈ പീസസ് എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് അറിയാതെ പോകും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സൂപ്പർ സ്ട്രക്ചർ. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് സൂപ്പർ സ്ട്രക്ചർ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 പില്ലേഴ്സ് ആണ് സെയ്സ് ലോ, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാളിറ്റി, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഇനി സെയ്സ് ലോനെ തന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയം കൂടി ഉണ്ട്. എന്താണ് ആശയം? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. സെയ്സ് ലോ ഈ പറഞ്ഞ മണി എക്കോണമിയിലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ഒരു നോട്ടും കാര്യങ്ങളും ഇച്ചിരി ഇൻഡെപ്ത് ആയിട്ട് ഇതിൻ്റെ അത് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവാം. നമുക്ക് പലതിലും നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം? എന്തെങ്കിലും സംശയം? എന്തെങ്കിലും സംശയം? സാറേ നിയോ ക്ലാസിക്കലും ന്യൂ ക്ലാസിക്കലും അതെന്നാ സാറേ വ്യത്യാസം? നിയോ ക്ലാസിക്കലും ന്യൂ ക്ലാസിക്കലും മറ്റേ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും ഐഡിയാസ് ക്ലാസിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഐഡിയ തന്നെയാണ്. ന്യൂ ക്ലാസിക്കൽ ഇച്ചിരിയുടെ ഒരു എക്സ്ട്രീം വ്യൂ ആണ് എടുക്കുന്നതെന്ന് മാത്രം. നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച ക്ലാസിക്കൽ സ്കൂളും നിയോ ക്ലാസിക്കൽ സ്കൂളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. NEO സ്കൂൾ ഉണ്ടല്ലോ, അതായത് മാർഷലും പിഗും, അവര് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അത് കെയ്ൻസ് പറയുന്നുണ്ട്. എനിക്ക് ഈ പറയുന്ന റിക്കാർഡോ തൊട്ട് താഴെ ഇങ്ങേ അറ്റത്ത് പിഗു വരെയുള്ള എല്ലാ ആൾക്കാരും എനിക്ക് ക്ലാസിക്കൽ സ്കൂളിലെ ആൾക്കാരാണ്. എനിക്ക് വേർതിരിവൊന്നുമില്ല. ഞാൻ ക്ലാസിക്കൽ സ്കൂളിനെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ളതാണ് അർത്ഥം. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ പറയാവുന്നത്, ഈ മാർജിനൽ എന്ന് പറയുന്ന ഐഡിയ കൂടുതലും യൂസ് ചെയ്തത് ഈ മാർഷിലോട്ട് താഴോട്ടുള്ള ആൾക്കാരാണ്. മാർജിനലിസ്റ്റ് സ്കൂളിന്റെ പിതാക്കന്മാർ പക്ഷെ ഇവരാരും അല്ല. ജവോൺസ്, വാൽഡ്രസ്, മെഞ്ചർ 3 പേരാണ്. എന്റെ ഓർമ്മ ശരിയാണ്, അത് ഓസ്ട്രിയൻ സ്കൂളിൽ നിന്നും അതിനറിയപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരാണ് ആ മാർജിനൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആ സൈഡിൽ നിന്നാണ്. പക്ഷെ ഇവരാണ് അത് കൂടുതലും എക്കണോമിക്സിലേക്ക് ഉപയോഗിച്ചത്, നമ്മൾ പോപ്പുലറൈസ് ചെയ്തത്. എന്തെങ്കിലും സംശയം? വേറെ എന്തെങ്കിലും സംശയം? സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡൗട്ട്?